എല്ലാവർക്കും സ്കോർ എലവൻ മലയാളത്തിന്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ റിവിഷൻ എക്സ്പ്രസ് സീരീസിന്റെ ഭാഗമായിട്ടുള്ള പൊളിറ്റിയുടെ 5ാമത്തെ ക്ലാസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇതിന് മുന്നേ ഉള്ള ക്ലാസ്സുകളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടാണ് നമ്മൾ ഈ പ്രോസസ്സ് അല്ലെങ്കിൽ ഈ ക്ലാസ്സുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, തുടക്കം തൊട്ട് ഏറ്റവും ആദ്യത്തെ നമ്മുടെ ഈ പറഞ്ഞ ബ്രിട്ടീഷ് ആക്ട്സ് ആൻഡ് പോളിസീസ്, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, അതുപോലെ തന്നെ സോഴ്സസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻസ്, ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻസ്, പ്രിയാമ്പിൾ, അങ്ങനെ ഭരണഘടനയുടെ ഓരോ ഭാഗങ്ങൾ, ഇന്ത്യൻ പൊളിറ്റിക്കൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഓരോ ഭാഗങ്ങൾ സിലബസ് പ്രകാരം നമ്മൾ റിവൈസ് ചെയ്ത് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ 4 ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്. 4 ക്ലാസ്സിൽ അത്യാവശ്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഭാഗങ്ങൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. റിവിഷൻ ക്ലാസ്സുകൾ ആയതുകൊണ്ട് തന്നെ റിവിഷൻ പെർസ്പെക്റ്റീവിലാണ് നമ്മൾ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതും ക്ലാസ്സിന്റെ സ്ട്രക്ചറും. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ട ടോപ്പിക്സ് നിങ്ങൾക്ക് നേരത്തെ കൂട്ടി നമ്മൾ ഷെഡ്യൂൾ തന്നിട്ടുണ്ട്. ആ ഷെഡ്യൂൾ പ്രകാരം നിങ്ങൾ ആ ടോപ്പിക്സ് പഠിച്ചു വരിക. അതുപോലെ തന്നെ രാവിലെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കിട്ടി കാണും, 20ഓളം വരുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടി കാണും. ആ ക്വസ്റ്റ്യൻസിന്റെ സൊല്യൂഷൻ ആൻഡ് ആ സൊല്യൂഷന് വേണ്ടി തരുന്ന ക്ലാസ്സസ്, അതിന്റെ എക്സ്പ്ലനേഷൻ ക്ലാസ്സസ് ആൻഡ് സൊല്യൂഷന് വേണ്ടി അല്ലെങ്കിൽ ഈ ക്ലാസ്സിന് വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഈ സ്ലൈഡുകളുടെ PDF ഫോർമാറ്റും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ലഭ്യമാവുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ റിവിഷൻ സീരീസിന്റെ ക്ലാസ്സുകൾ പോകുന്നത്. ഇതെല്ലാ ക്ലാസ്സിലും പറയുന്നത് പലപ്പോഴും ചിലപ്പോൾ ചില കുട്ടികളൊക്കെ ആദ്യമായിട്ട് കാണുന്നത് ചിലപ്പോൾ ഈ 5ാമത്തെ ക്ലാസ്സോ 6ാമത്തെ ക്ലാസ്സോ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ക്ലാസ്സിലും ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഓക്കെ, റിവിഷൻ സീരീസിന്റെ അല്ലെങ്കിൽ റിവിഷൻ എക്സ്പ്രസിന്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഈ രണ്ട് ടോപ്പിക്കിൽ നിന്നുള്ള ഭാഗങ്ങളാണ്. സ്റ്റേറ്റ് ഗവൺമെന്റ് ആൻഡ് പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അങ്ങനെ ഈ 2 ഭാഗത്തിൽ നിന്നാണ് ഇന്ന് പ്രധാനമായിട്ടും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പഠിക്കാനായിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന രാവിലെ കിട്ടിയ ചോദ്യങ്ങളും ഈ ടോപ്പിക്കിൽ നിന്നായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ സെഷൻ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു ടോപ്പിക്കിനെ PYQ ബേസ് ചെയ്തിട്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇവിടെ ഞാൻ ഒരു കാര്യം കൂടുതലായിട്ട് പറയാനുള്ള ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്ന ഈ ഭാഗം, ഇത് ആക്ച്വലി ഇതിന് മുന്നേ, അതായത് 2024 മുന്നേ നമുക്ക് RRBയിൽ വരുന്ന ചോദ്യങ്ങളിൽ അങ്ങനെ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും കാര്യമായിട്ടുള്ള ചോദ്യങ്ങളൊന്നും നമുക്ക് അത്ര കണ്ട് ഈ ഭാഗത്തുനിന്ന് ഇതിന് മുന്നേ ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ക്ലാസ്സുകളിനകത്തും നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ലിമിറ്റഡ് ആയിട്ട്, കാരണം എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂലാണ് നമുക്ക് എപ്പോഴും ക്ലാസ്സുകൾ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ഒരു കൺസെപ്റ്റിന് നമുക്ക് ഇപ്പോൾ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ പോലുള്ള ഒരു ടോപ്പിക്കിന് നമുക്ക് എത്ര വേണമെങ്കിലും നീട്ടി വലിച്ച് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യാം. പക്ഷെ അതുകൊണ്ട് കുട്ടികൾക്ക് യൂസ്ഫുൾ ആവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ മുൻകാല ചോദ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ക്ലാസ്സുകൾ സെറ്റ് ചെയ്യുന്നത്. എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരു നല്ല ക്ലാസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ മാത്രമേ പ്രൊവൈഡ് ചെയ്യാനും പറ്റുള്ളൂ. കാരണം മുൻകാല ചോദ്യങ്ങളാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്. പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ കേസിൽ എന്ത് സംഭവിച്ചു വെച്ചാൽ, 2024 മുന്നേ RRB കാര്യമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാത്തൊരു ഏരിയ ആയിരുന്നു പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. പക്ഷെ 2024 NTPC ഗ്രാജുവേറ്റ് വരുന്നു. NTPC 2024 ഗ്രാജുവേറ്റിന്റെ നോട്ടിഫിക്കേഷൻ പ്രകാരം 2025 ജൂണിൽ എക്സാം കണ്ടക്ട് ചെയ്തപ്പം പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഇതിന് മുന്നേ ചോദിക്കാത്ത വണ്ണം ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഗ്രാജുവേറ്റിനും അണ്ടർ ഗ്രാജുവേറ്റിനും ഒക്കെ ഈ ഭാഗത്തുനിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് റിവിഷൻ സീരീസ് ആണെങ്കിൽ കൂടെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ ആ ഭാഗം ഇന്നത്തെ സീരീസിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ടായിരിക്കും. നിങ്ങൾ കേൾക്കാത്ത കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പം ഉഷാറായിട്ട് കൃത്യമായിട്ട് നോട്ട്ബുക്കൊക്കെ വെച്ച് നിങ്ങളുടെ ഈ PDF ഒക്കെ വെച്ച് PDF-ന്റെ സൈഡിൽ നിങ്ങൾ ഇതൊക്കെ മാർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ഇരിക്കുക. ഓക്കെ, കയ്യോടെ തന്നെ നിങ്ങൾ ഇത് മാർക്ക് ചെയ്ത് പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് സെഷനിലേക്ക് കടക്കാം. അതിന് മുന്നേ ഇന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് ആദ്യം നോക്കാം. ഇതാ, പഞ്ചായത്ത്, ഓക്കെ, സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ന് പറയുന്ന ഭാഗത്ത് നമുക്കറിയാവുന്നതാണ്. ഇതിനകത്ത് ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്തുണ്ട്? എക്സിക്യൂട്ടീവ് ഉണ്ട്, ലെജിസ്ലേച്ചർ ഉണ്ട്, ജുഡീഷ്യറി ഉണ്ട്. ഇതെല്ലാ ക്ലാസ്സിലും ഞാൻ ഡിസ്കസ് ചെയ്യുന്നതാണ്. വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് ഇതങ്ങ് മനസ്സിൽ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്താണ് കാര്യനിർവഹണ സഭ, എന്താണ് ഈ പറഞ്ഞ പോലെ നിയമനിർമ്മാണ സഭ, എന്താണ് നീതിന്യായ വ്യവസ്ഥ, ഇത് മൂന്നും വ്യക്തമായിട്ട് മനസ്സിലായാൽ തന്നെ പൊളിറ്റിയിൽ ഒട്ടുമിക്ക കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ പ്രസിഡന്റ് എന്ന് പറയുന്ന വ്യക്തി എക്സിക്യൂട്ടീവ് ആണെന്നും അദ്ദേഹം ലെജിസ്ലേച്ചറിന്റെ ഭാഗമാണെന്നും അദ്ദേഹത്തിന് ജുഡീഷ്യൽ പവേഴ്സ് ഉണ്ട് എന്നുള്ളതും നമ്മൾ പ്രസിഡന്റ് യൂണിയൻ എക്സിക്യൂട്ടീവ് പഠിച്ച സമയത്ത് പറഞ്ഞതാണ്, അല്ലെ? യൂണിയൻ ഗവൺമെന്റിനകത്ത് യൂണിയൻ എക്സിക്യൂട്ടീവിന്റെ സമയത്ത് നമ്മൾ പഠിച്ചതാണ്. ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൽ പാർലമെന്റ് ആണെന്ന് നമുക്കറിയാവുന്നതാണ്. കേരളത്തിൽ അല്ലെങ്കിൽ സംസ്ഥാന തലത്തിൽ എന്താണ്? നിയമസഭകളാണ്. ജുഡീഷ്യറി എന്ന് പറയുമ്പോൾ കേന്ദ്രത്തിൽ സുപ്രീം കോടതി പോലെയുള്ള ഉന്നത നീതിപീഠങ്ങളാണെന്നുണ്ടെങ്കിൽ സംസ്ഥാന തലങ്ങളിലേക്ക് വരുമ്പോൾ അത് ഹൈക്കോടതികളാണ്, കീഴ്ക്കോടതികളാണെന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്, അല്ലെ? അപ്പൊ ഇന്ന് സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ അത് ഏത് ഭാഗത്തിനകത്താണ് ഇരിക്കുന്നത്? പാർട്ട് 6 സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ന് പറയുന്ന ഭാഗം ഇരിക്കുന്നത്. ആർട്ടിക്കിൾസ് 152 മുതൽ 237 വരെയാണ് സ്റ്റേറ്റ് ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ് ഇരിക്കുന്നത്. അതിൽ 152 മുതൽ 167 വരെയുള്ള ആർട്ടിക്കിൾസ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സ്റ്റേറ്റിന്റെ എക്സിക്യൂട്ടീവ് കാര്യനിർവഹണ സഭയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സ്റ്റേറ്റിന്റെ ലെജിസ്ലേച്ചറായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് 168 മുതൽ 213 വരെ. ജുഡീഷ്യറി ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് 214 മുതൽ 237 വരെ. ഇത് കയ്യോടെ പഠിച്ചു പോവുക. നിങ്ങളുടെ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ നിങ്ങളത് വളരെയധികം സഹായിക്കും.
ഇപ്പോൾ ഗവർണറെ പറ്റിയിട്ട് ഒരു ചോദ്യം വന്നു, ഗവർണറിൻ്റെ എന്തെങ്കിലും ഒരു ആർട്ടിക്കിൾ ഗവർണറിൻ്റെ പാർഡണിങ് പവറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾ എന്താണെന്ന് ഡയറക്റ്റ് ഒരു ചോദ്യം വന്നു. നിങ്ങളുടെ മുന്നിൽ 4 ഓപ്ഷൻസ് ഉണ്ട്. കോമ്പറ്റേറ്റീവ് എക്സാം ആയതുകൊണ്ട് തന്നെ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്കിത് പഠിച്ചിട്ട് പോകണമെന്നാണ് ഞാൻ എപ്പോഴും പറയാം. പക്ഷേ മെമ്മറി പവർ കുറവുള്ള ആളുകൾക്ക് എന്ത് ചെയ്യണം, കുറച്ച് ട്രിക്കുകൾ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്കറിയാം, ഗവർണർ എന്ന് പറഞ്ഞാൽ അത് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിന്റെ ഭാഗമാണ് അല്ലേ. കേന്ദ്രത്തിൽ എപ്രകാരമാണോ പ്രസിഡന്റ് ഇരിക്കുന്നത് അതുപോലെ തന്നെയാണ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിന്റെ ഭാഗമായിട്ട് ആയിരിക്കുന്നത്, ഗവർണർ ഇരിക്കുന്നത്. സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിന്റെ ഭാഗമാകുമ്പോൾ അദ്ദേഹത്തിന്റെ ആർട്ടിക്കിൾസ് എവിടെ വരും? 152 മുതൽ 167 വരെയുള്ള ആ ഭാഗത്തിനകത്ത് വരും. സപ്പോസ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിനകത്ത് ഈ റേഞ്ചിലുള്ള ഒറ്റ ഓപ്ഷനേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉത്തരം അവിടെ തന്നെ നിങ്ങൾക്ക് ശരിയാക്കാനായിട്ട് പറ്റും അല്ലേ. കാരണം ബാക്കിയുള്ളതൊന്നും ഈ റേഞ്ചിൽ വരുന്നതല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആർട്ടിക്കിൾസിന്റെ റേഞ്ച് എങ്കിലും നമ്മൾ സ്ട്രക്ചർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ക്ലാസ് എടുത്തപ്പോഴും റിവിഷൻ ക്ലാസ് എടുത്തപ്പോഴും ഒക്കെ ഞാൻ പറഞ്ഞ കാര്യമാണ്. ഈ ഭാഗം നിങ്ങളെ പൊളിറ്റി പഠിക്കുന്നതിന് വളരെയധികം സഹായിക്കും. സെയിം സാധനം തന്നെയാണ് ഞാൻ എവിടെയും പറയുന്നത്. സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ ഏതൊരു ഗവൺമെന്റിന്റെയും ഈ പറയുന്ന 3 ഓർഗൻസിനെ ഈ രീതിയിൽ നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്ത് പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിന്റെ ആർട്ടിക്കിൾസ് നമ്മളോട് കണ്ടു. 152 മുതൽ 167 വരെയാണ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിന്റെ ആർട്ടിക്കിൾസ് വരുന്നത്. സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട അംഗങ്ങളാണ് ആര്? ഗവർണർ, ചീഫ് മിനിസ്റ്റർ മുഖ്യമന്ത്രി, മന്ത്രിസഭ ആൻഡ് അഡ്വക്കേറ്റ് ജനറൽ ഓഫ് സ്റ്റേറ്റ്. നമുക്കറിയാവുന്നതാണ്, അവിടെ നമ്മൾ അറ്റേർണി ജനറൽ ഓഫ് സ്റ്റേറ്റ് ആണ് പഠിച്ചത് അല്ലേ. അറ്റേർണി ജനറൽ ഓഫ് സ്റ്റേറ്റിൽ അറ്റേർണി ജനറലിനെയാണ് നമ്മൾ എവിടെ പഠിച്ചത്? യൂണിയൻ എക്സിക്യൂട്ടീവിനകത്ത് പഠിച്ചെന്നുണ്ടെങ്കിൽ അതേ സ്ഥാനത്ത് സംസ്ഥാനങ്ങളിൽ ഇരിക്കുന്ന വ്യക്തിയാണ് ആര്? അഡ്വക്കേറ്റ് ജനറൽ ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ ആണല്ലോ. ഇനി ഒന്നാമത്തെ ഈ പറഞ്ഞ യൂണിയൻ എക്സിക്യൂട്ടീവിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, അതിന്റെ ഉത്തരങ്ങൾ രാവിലെ ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞിരിക്കും. അതിന്റെ ഉത്തരങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതാ ഞാൻ നേരത്തെ പറഞ്ഞ ഓപ്ഷൻസ് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർട്ടിക്കിൾസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ മെൻഷൻസ് ദാറ്റ് ചീഫ് മിനിസ്റ്റർ വിൽ ബി അപ്പോയിന്റഡ് ബൈ ഗവർണർ. അപ്പോൾ ഇത് മുഖ്യമന്ത്രിയായിട്ട് ബന്ധപ്പെട്ടും ഗവർണറായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിൾസ് ആണ്. എന്ന് പറഞ്ഞാൽ ഇത് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിന് വരുന്നതാണ്. സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിന്റെ ആർട്ടിക്കിൾസ് നമുക്കറിയാം 152 മുതൽ 167 വരെയാണ് ആർട്ടിക്കിൾസ്, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിന്റെ ആർട്ടിക്കിൾസ് അല്ലേ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഓപ്ഷനും എലിമിനേറ്റ് ചെയ്യാം. നിങ്ങളുടെ സാധ്യത 50-50 വന്നു അല്ലേ. നിങ്ങൾ 164 162 നിങ്ങൾക്ക് കുത്തിയാൽ ശരിയാക്കാം. അതായത് 50-50. നിങ്ങളുടെ ആൻസർ ഒരെണ്ണം കുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ചാൻസ് ശരിയാവാനും തെറ്റാവാനുള്ള സാധ്യത 50-50 വന്നു. നേരത്തെ എങ്ങനെയായിരുന്നു? 25% താഴെ മാത്രം ഉണ്ടായിരുന്നത് നിങ്ങൾക്ക് 50-50 എത്തിക്കാനായിട്ട് പറ്റി. അപ്പോൾ ആ രീതിയിൽ കൂടെ നിങ്ങൾ ഈ പറഞ്ഞ ഭാഗം പഠിച്ചു പോവുക. ആർട്ടിക്കിൾ വരുന്നത് 164 ഇതിന് മുന്നേ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, ഇനി വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഇസ് റിലേറ്റഡ് ടു ദ അപ്പോയിന്റ്മെന്റ് ഓഫ് ഗവർണർ? ഗവർണറുടെ അപ്പോയിന്റ്മെന്റ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ട്രിക്ക് മാത്രം മതി. കാരണം 152 മുതൽ 167 വരെയാണ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. 152 മുകളിൽ ഇവിടെ ഒറ്റ ആർട്ടിക്കിൾസേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വെട്ടി എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിന്റെ ആൻസർ വരുന്നത് എത്രയാണ്? 155 ആണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ പഠിച്ചു പോവുക. ഇങ്ങനത്തെ ട്രിക്കുകൾ കൂടെ ഉപയോഗിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിന് എക്സൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ എല്ലാ ആർട്ടിക്കിൾസും എല്ലാവരും മനപ്പാഠം പഠിച്ചിട്ടല്ല എക്സാമിന് പോകുന്നത്. ബൈഹാർട്ട് ചെയ്യേണ്ട ആർട്ടിക്കിൾസ് ഉണ്ട്, സത്യം തന്നെയാണ്. നമുക്ക് കുറേ ആർട്ടിക്കിൾസ് ഒക്കെ ബൈഹാർട്ട് ചെയ്ത് പോകേണ്ടി വരും. പക്ഷെ ഇങ്ങനെ കുറച്ച് ട്രിക്കുകളുണ്ട്, ഇതേപോലെ കുറച്ച് സാധ്യതകളുണ്ട്, അത് മനസ്സിലാക്കിയിട്ട് പോവാം. അപ്പോൾ 2 ചോദ്യങ്ങൾ, 2ന്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. മുന്നോട്ട് പോകുന്നു. ദ മിനിമം ഏജ് ലിമിറ്റ് ഫോർ ദ അപ്പോയിന്റ്മെന്റ് ഓഫ് ഗവർണർ ഓഫ് എ സ്റ്റേറ്റ്. ഒരു ഗവർണറെ അപ്പോയിന്റ് ചെയ്യുന്നതിന് അദ്ദേഹത്തിന്റെ മിനിമം പ്രായപരിധി എത്രയാണ്? 35 വയസ്സാണ്. ഇവിടെ നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് 40 വയസ്സ്. 40 വയസ്സിന്റെ കണക്കിൽ ഭരണഘടനയ്ക്കകത്ത് പ്രത്യേകിച്ച് ആരെ പറ്റി പറയുന്നില്ല. ആകെ 25, 30, 35 ഈ 3 പ്രായപരിധികളാണ് പറയുന്നത്. ഈ 3 പ്രായപരിധികൾ ആർക്കൊക്കെയാണ് എന്ന് അറിയാവുന്നവർ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യണം. ഓക്കെ, മുഖ്യമന്ത്രി ആവാനുള്ള ചുരുങ്ങിയ പ്രായപരിധി എത്രയാണ്? കമന്റ് ചെയ്യുക. പഞ്ചായത്തിലെ അംഗമാവാനുള്ള ചുരുങ്ങിയ പ്രായപരിധി എത്രയാണ്? കമന്റ് ചെയ്യുക. പഞ്ചായത്ത് പ്രസിഡന്റ് ആവാനുള്ള പ്രായപരിധി എത്രയാണ്? കമന്റ് ചെയ്യുക. രാജ്യസഭ MP ആവാനുള്ള പ്രായപരിധി എത്രയാണ്? കമന്റ് ചെയ്യുക. ലോകസഭ MP ആവാനുള്ള പ്രായപരിധി കമന്റ് ചെയ്യുക. പ്രസിഡന്റ്, രാഷ്ട്രപതി, ഗവർണർ ഈ 3 പേരുടെയും പ്രായപരിധികൾ കമന്റ് ചെയ്യുക. ഇത് പഠിച്ചിട്ട് പോകണം. ഇത് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങളൊരു 6-7 പ്രായപരിധികൾ, ഏജ് ലിമിറ്റുകൾ കൃത്യമായിട്ട് പഠിച്ച് പോയിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ചോദ്യങ്ങൾ കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പൊളിറ്റിയിൽ തന്നെ ഈ പറഞ്ഞ ഒരു 3-4 ഷിഫ്റ്റിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്നത്. ഇതിന്റെ ആൻസർ വരുന്നത് 35 ഇയേഴ്സ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഇതിന് മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പാർലമെന്റ് പറഞ്ഞപ്പോൾ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, വൈസ് പ്രസിഡന്റും പറഞ്ഞപ്പോൾ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് കമന്റ് ചെയ്യണം. പഠിച്ചിട്ടുള്ള കുട്ടികൾ ഉത്തരം എഴുതി വെക്കണം. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? താഴെ തന്നിരിക്കുന്നതിൽ എന്താണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
ഗവർണർ ക്യാൻ ഡിസോൾവ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് എ സ്റ്റേറ്റ്. നമുക്കറിയാവുന്ന കാര്യമാണ്, ഗവർണർക്ക് എന്ത് ചെയ്യാം, ഇത് ഡിസോൾവ് ചെയ്യാനുള്ള പറ്റും. സ്പീക്കർ ഓഫ് ദ ലോക്സഭ ക്യാൻ ഡിസോൾവ് ദ ലോക്സഭ. പറ്റുമോ? ഇല്ല, തെറ്റാണ്. ദ പ്രസിഡന്റ് ക്യാൻ ഡിസോൾവ് ദ രാജ്യസഭ. പറ്റുമോ? ഇല്ല. രാജ്യസഭ എന്ന് പറയുന്നത് പെർമനന്റ് ബോഡിയാണ്, നമ്മൾ പഠിച്ച കാര്യമാണ്. ദ വൈസ് പ്രസിഡന്റ് ക്യാൻ ഡിസോൾവ് ദ ലെജിസ്ലേച്ചർ ഓഫ് എ സ്റ്റേറ്റ്. വൈസ് പ്രസിഡന്റ് പ്രത്യേകിച്ച് അധികാരമുണ്ടോ? ഇല്ല, അതും തെറ്റാണ്. ഇതിന്റെ ആൻസർ വരുന്നത് ഗവർണർക്കാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്, സംസ്ഥാന നിയമസഭകളെ ഡിസോൾവ് ചെയ്യാനായിട്ട് പറ്റുന്നത്. പ്രസിഡന്റ് രാഷ്ട്രപതി ഭരണത്തിന്റെ സമയത്തൊക്കെ വരുന്ന കാര്യമാണ് അല്ലെ. നമ്മുടെ ഏറ്റവും ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ, കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ ഈ പറഞ്ഞ പോലെ 959 എനിക്ക് തോന്നുന്നു. 959 പിരിച്ചുവിടുന്നത് ഈ പറഞ്ഞ പോലെ പ്രസിഡന്റ് റൂൾ കൊണ്ടുവന്നതിന്റെ ഭാഗമായിട്ടാണ്. ഇനി വാട്ട് ഈസ് ദ മിനിമം ഏജ് ടു ബിക്കം ദ ചീഫ് മിനിസ്റ്റർ ഓഫ് എനി സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ? ഞാൻ നേരത്തെ പറഞ്ഞ ഏജ് ലിമിറ്റ് എത്രയാണ്? 25 വയസ്സാണ് മുഖ്യമന്ത്രി ആവാനുള്ള പ്രായപരിധി. ഗവർണർ ആവാനുള്ള പ്രായപരിധി എത്രയാണ്? ഗവർണർ ആവാനുള്ള പ്രായപരിധി നമ്മളിവിടെ പഠിച്ചു, 35. മുഖ്യമന്ത്രി ആവാനുള്ള പ്രായപരിധി 25. ഓക്കെ. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം ഒന്നുകൂടെ ചോദിക്കുന്നു. ലോക്സഭ എം പി, രാജ്യസഭ എം പി, വൈസ് പ്രസിഡന്റ്, പ്രസിഡന്റ്, അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് മെമ്പർ. അപ്പോൾ 5 ചോദ്യങ്ങളാണ് നമ്മൾ അവിടെ നിന്ന് നോക്കിയത്. 5 ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് കിട്ടിക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഗവർണറിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസും അതുപോലെ തന്നെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിനെ പറ്റിയിട്ടുള്ള നമുക്ക് പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ ഒന്ന് പഠിച്ചു പോവാം. 153 പറയുന്നത് there shall be a governor. ഒരു ഗവർണർ വേണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ഏത്? 153. 154 ഗവർണറുടെ എക്സിക്യൂട്ടീവ് അധികാരത്തെ പറ്റി പറയുന്നു. 155 അപ്പോയിന്റ്മെന്റ്, 156 ടേം, 157 ക്വാളിഫിക്കേഷൻ, 158 കണ്ടീഷൻസ് ഓഫ് ദി ഓഫീസ്, 159 ഓത്ത് സത്യപ്രതിജ്ഞയെ പറ്റി പറയുന്നു. 160 ഡിസ്ചാർജ് ഓഫ് പവേഴ്സ് ഇൻ കണ്ടിജൻസീസിനെ പറ്റി പറയുന്നു. പാർഡനിങ് പവർ 161. ഓർഡിനൻസ് മേക്കിംഗ് പവർ ഓഫ് ഗവർണർ എത്രയാണ്? 213 ആണ്. പ്രസിഡന്റിന്റെ 123 ആണ്. 123 ആർട്ടിക്കിൾ വരുന്നത് പ്രസിഡന്റിന്റെ ഓർഡിനൻസ് മേക്കിംഗ് പവർ ആണ്. ഗവർണറുടെ ആണെങ്കിൽ 213 ആണ്. ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. പാർഡനിങ് പവർ പ്രസിഡന്റിന്റെ 72 ആണ്. ഗവർണറുടെ ആണെങ്കിൽ 161 ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ 56 ആണ് പ്രസിഡന്റിന്റെ വരുന്നത്, ഇവിടെ 156 ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ അത് കൃത്യമായിട്ട് പഠിച്ചു പോവുക. 100ന്റെ വ്യത്യാസമാണ് ഇവിടെ വരുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ 90ന്റെ വ്യത്യാസമാണ് വരുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ ആ വ്യത്യാസങ്ങൾ നോക്കി പോകാം. ഞാൻ അതിന്റെ കോഡ് ഞാൻ അധികം താമസിയാതെ തന്നെ കാണിച്ചു തരാം. നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് ഗവർണറായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് എന്നുള്ള കാര്യം ഒന്ന് നോക്കി വെക്കുക. ദർ ഷാൽ ബി എ ഗവർണർ എന്ന് പറയുന്നത് 153 ആണ്. അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് പവറിനെ പറ്റി പറയുന്നത് 154 ആണ്. അപ്പോയിന്റ്മെന്റിനെ പറ്റി പറയുന്നത് 155 ആണ്. ടേം 156, ക്വാളിഫിക്കേഷൻ 157, കണ്ടീഷൻസ് 158, സത്യപ്രതിജ്ഞ 159, ഡിസ്ചാർജ് ഓഫ് പവർ ഇൻ കണ്ടിജൻസീസ് 160, പാർഡനിങ് പവർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് 161, ഓർഡിനൻസ് മേക്കിംഗ് പവർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് 213. ഓക്കെ, അപ്പോൾ 163, 213, ടേം, അപ്പോയിന്റ്മെന്റ്, ദർ ഷാൽ ബി എ ഗവർണർ, ഈ 5 ആർട്ടിക്കിൾസ് എങ്കിലും നിങ്ങൾ ഗവർണറുമായിട്ട് ബന്ധപ്പെട്ട് ചുരുങ്ങിയത് പഠിച്ചിരിക്കേണ്ട ആർട്ടിക്കിൾസ് ആണ്. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രസിഡന്റിന്റെ പാർഡനിങ് പവറുമായിട്ട് എത്രന്റെ വ്യത്യാസമാണ് വരുന്നത്? 89ന്റെ വ്യത്യാസമാണ് വരുന്നത്. അതുപോലെ തന്നെ ഓർഡിനൻസ് മേക്കിംഗ് പവർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എത്രയുടെ വ്യത്യാസമാണ് വരുന്നത്? 90 ആർട്ടിക്കിൾസിന്റെ വ്യത്യാസമാണ് വരുന്നത്. അതായത് 213 നിന്ന് 90 കുറച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 123 കിട്ടും. പാർഡനിങ് പവർ കിട്ടാനായിട്ട് 161 നിന്നും 89 കുറച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? പാർഡനിങ് പവറും കിട്ടും. ഓക്കെ, അപ്പോൾ ആ കാര്യം കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി ക്വാളിഫിക്കേഷൻ, നമുക്ക് ഗവർണറുടെ ക്വാളിഫിക്കേഷനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾസ് അറിയാം. 157 ആണ്. അദ്ദേഹം ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പ്രായം ഉണ്ടായിരിക്കണം. അതല്ലാതെ നമ്മൾ ഫോളോ ചെയ്യുന്ന കൺവെൻഷൻസും കൂടെ നോക്കി പോവുക. എന്താണ്? ഒന്ന്, സംസ്ഥാനത്തിന് പുറത്തുള്ള ഒരാളെയാണ് സാധാരണഗതിയിൽ ഒരു സംസ്ഥാനത്തിന്റെ ഗവർണറായിട്ട് നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നത്. ആ സ്റ്റേറ്റിന്റെ പുറത്തുള്ള ഒരാളെയാണ് നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ രാഷ്ട്രപതി മുഖ്യമന്ത്രിയുടെ അടുത്തുകൂടെ ഒന്ന് കൺസൾട്ട് ചെയ്യും. ഇന്ന ആളെയാണ് ഞാൻ ഇവിടെ ഗവർണറായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പോകുന്നത്. സംസ്ഥാനത്തിന് എന്തെങ്കിലും കൺസേൺസ് ഉണ്ടോ, സ്റ്റേറ്റിന് എന്തെങ്കിലും കൺസേൺസ് ഉണ്ടോ, പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺസേൺസ് ഉണ്ടോ എന്ന് ഒരു നോർമൽ കൺവെൻഷന്റെ ഭാഗമായിട്ട് രാഷ്ട്രപതി എന്ത് ചെയ്യും? മുഖ്യമന്ത്രിയുടെ അടുത്ത് ചർച്ച ചെയ്യും. ഈ രീതിയിലാണുള്ള ഇത് കൺവെൻഷൻസ് ആണ്. ഇത് എവിടെയും എഴുതി വെച്ചിട്ടില്ല. അതായത് ഒരു സംസ്ഥാനത്തിന്റെ ഗവർണർ എന്ന് പറയുന്നത് മറ്റൊരു സംസ്ഥാനത്തിലുള്ള വ്യക്തി ആയിരിക്കണം എന്ന് എവിടെയും എഴുതി വെച്ചിട്ടില്ല. രാഷ്ട്രപതി മുഖ്യമന്ത്രിയെ കൺസിഡർ ചെയ്യണം അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കൺസൾട്ട് ചെയ്യണമെന്നും എവിടെ എഴുതി വെച്ചിട്ടില്ല. ഇതൊക്കെ കൺവെൻഷന്റെ ഭാഗമായിട്ടുള്ള കീഴ്വഴക്കങ്ങൾ മാത്രമാണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. അപ്പോൾ ആർട്ടിക്കിൾ 157 ഗവർണറുടെ ക്വാളിഫിക്കേഷനെ പറ്റി പറയുന്നു. അദ്ദേഹം ഒരു ഇന്ത്യൻ പൗരനായിരിക്കണമെന്നും അദ്ദേഹത്തിന്റെ പ്രായപരിധി 35 വയസ്സായിരിക്കണമെന്നും ആണ് പറയുന്നത്. ഇനി ടേം, റിമൂവൽ, ഓത്ത്, ട്രാൻസ്ഫർ, ഇതിനെപ്പറ്റി നമുക്ക് നോക്കാം. സത്യപ്രതിജ്ഞ എടുക്കുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ മുൻപാകെയാണ്. ഗവർണർ സത്യപ്രതിജ്ഞ എടുക്കുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ മുൻപാകെയാണ്. ഇനി അദ്ദേഹം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സീനിയർ മോസ്റ്റ് അവൈലബിൾ ജഡ്ജ് ഓഫ് കൺസേൺഡ് ഹൈക്കോർട്ട് ആയാലും എന്ത് ചെയ്യാം? സത്യപ്രതിജ്ഞ ചെയ്യാവുന്നതാണ്. ട്രാൻസ്ഫറിന്റെ കേസിൽ
ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ സ്റ്റേറ്റ് ബൈ പ്രസിഡന്റ്. രാഷ്ട്രപതിയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. റെസിഗ്നേഷൻ ആർക്കാണ് കൊടുക്കുന്നത്? രാഷ്ട്രപതിക്കാണ് റെസിഗ്നേഷൻ കൊടുക്കുന്നത്. ടേം പൊതുവിൽ 5 വർഷം എന്ന് പറയുന്നുണ്ടെങ്കിലും പ്ലഷർ ഓഫ് ദ പ്രസിഡന്റ്, രാഷ്ട്രപതിയുടെ പ്രീതിക്ക് പാത്രമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ പോലെ ഒരു സംസ്ഥാനത്തിന്റെ ഗവർണറായിട്ട് ഒരാളിരിക്കുന്നത്. പൊതുവിൽ 5 വർഷമായിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. പക്ഷേ രാഷ്ട്രപതിക്ക് വേണമെന്നുണ്ടെങ്കിൽ നീക്കം ചെയ്യണമെങ്കിൽ നീക്കം ചെയ്യാം. റിമൂവൽ, ഡിസ്മിസൽ ബൈ ദ പ്രസിഡന്റ് അറ്റ് ഹൂസ് പ്ലഷർ ഹി ഹോൾഡ്സ് ദ ഓഫീസ്. 156 രാഷ്ട്രപതിയുടെ പ്രീതിക്ക് പാത്രമായിട്ടാണ് ഗവർണർ ഓഫീസ് ഹോൾഡ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ റെസിഗ്നേഷൻ കൊടുക്കാം. ഇനി ദ ഗ്രൗണ്ട്സ് ഓൺ വിച്ച് ഗവർണർ മേ ബി റിമൂവ്ഡ് ആർ നോട്ട് സ്പെസിഫൈഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. രാഷ്ട്രപതി എന്തിന്റെ അടിസ്ഥാനത്തിൽ ഗവർണറെ നീക്കം ചെയ്യണം എന്നുള്ളത് എവിടെ പറഞ്ഞിട്ടില്ല? ഭരണഘടനയ്ക്കകത്ത് പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഈസിലി റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് ഗവർണർ. ഈവൻ ദോ അദ്ദേഹം പവർഫുൾ ആയിട്ടുള്ള സ്റ്റേറ്റിലെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു എക്സിക്യൂട്ടീവ് ഹെഡ് ആണ് എന്നുണ്ടെങ്കിൽ കൂടി ഇങ്ങനെയാണ് അതിന്റെ ഒരു കീഴ്വഴക്കം. ഇനി അദ്ദേഹത്തിന്റെ അധികാരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ എന്താണ്? ഗവർണറാണ് മുഖ്യമന്ത്രിയെ, മന്ത്രിസഭയെ, അഡ്വക്കേറ്റ് ജനറലിനെ, PSC ചെയർമാനെ, അതുപോലെ തന്നെ PSC അംഗങ്ങളെ, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ അംഗങ്ങളെയൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? എക്സിക്യൂട്ടീവ് ഹെഡ് എന്നുള്ള നിലയിൽ ഗവർണറാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ആരെയൊക്കെയാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? മുഖ്യമന്ത്രി, അതുപോലെ തന്നെ മന്ത്രിസഭയിലെ അംഗങ്ങൾ, അഡ്വക്കേറ്റ് ജനറൽ, PSC ചെയർമാനെയും മെമ്പേഴ്സിനെയും ആൻഡ് സ്റ്റേറ്റ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളെ എല്ലാം അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? ഗവർണറാണ്. ഹി റെക്കമെൻഡഡ് പ്രസിഡന്റ് ഫോർ കോൺസ്റ്റിറ്റ്യൂഷണൽ എമർജൻസി അണ്ടർ 365. രാഷ്ട്രപതി ഭരണത്തിന് വേണ്ടി രാഷ്ട്രപതിയുടെ അടുത്ത് റെക്കമെൻഡ് ചെയ്യുന്നത് ഗവർണറാണ്. ഇനി ഓൾ ദ എക്സിക്യൂട്ടീവ് ആക്ഷൻസ് ഓഫ് ദ ഗവൺമെന്റ് ഓഫ് എ സ്റ്റേറ്റ് ആർ ടേക്കൺ ഇൻ ഹിസ് ഓർ ഹെർ നെയിം. സംസ്ഥാനത്തിന്റെ എല്ലാ കാര്യനിർവഹണ സഭയുടെ എല്ലാ തീരുമാനങ്ങളും ഗവർണറുടെ ഒപ്പോടുകൂടി, ഗവർണറുടെ അംഗീകാരത്തോടു കൂടിയാണ് നിർവഹിക്കപ്പെടുന്നത്. അദ്ദേഹമാണ് സംസ്ഥാനത്തിനകത്തുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും ചാൻസലർ. എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആയിട്ട് വൈസ് പ്രസിഡന്റ് ഇരിക്കുന്ന പോലെ ഒരു വ്യക്തി ഗവർണർ ആയി കഴിഞ്ഞാൽ ആ സംസ്ഥാനത്തുള്ള എല്ലാ സർവകലാശാലകളുടെയും ചാൻസലർ ആവുന്ന ആരായിരിക്കും? ഗവർണർ ആയിരിക്കും. ഈ ഗവർണറാണ് പിന്നീട് VC വൈസ് ചാൻസലേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും അധികാരങ്ങൾ എക്സിക്യൂട്ടീവ് തലത്തിൽ ആർക്കുണ്ട്? ഗവർണർക്കുണ്ട്. ലെജിസ്ലേറ്റീവ് അധികാരങ്ങൾ എന്തൊക്കെയാണ്? രാഷ്ട്രപതിക്ക് ഉണ്ടായിരുന്ന അധികാരങ്ങളൊക്കെ തന്നെയാണ്. നിയമസഭാ സമ്മേളനങ്ങളെ വിളിച്ചു കൂട്ടുന്നത്, അവയെ പിരിച്ചുവിടുന്നതെല്ലാം ആരാണ്? ഗവർണറാണ്. അദ്ദേഹത്തിന് നിയമസഭയെ പിരിച്ചുവിടാനുള്ള അധികാരമുണ്ട്. ഓർഡിനൻസ്, സഭ സമ്മേളിക്കാത്ത പക്ഷം എന്ത് ചെയ്യാം? ഓർഡിനൻസ് ഇറക്കാനുള്ള അധികാരമുണ്ട്. ഓർഡിനൻസിന്റെ കാലാവധി രാഷ്ട്രപതിയുടെ കണക്ക് തന്നെ 6 മാസമാണ് ഉള്ളത്. 6 മാസമാണ് ഉള്ളത്. ഇതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ കുട്ടികളുടെ അടുത്ത് എപ്പോഴും പറയാറുണ്ട്. ഇപ്പോൾ കേരള PSC നമ്മൾ കേരള ഗവേണൻസ് എന്ന് പറഞ്ഞൊരു ഭാഗം പഠിക്കാനുണ്ട്. കേരളത്തിലെ ഭരണ സംവിധാനം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് സർവീസ് റൂൾസ് അവിടെ പഠിക്കാൻ വരും. അപ്പോൾ കേരള പബ്ലിക് സർവീസ് ആക്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. 1968 കേരള പബ്ലിക് സർവീസ് ആക്ട് എന്ന് പറയുന്ന നിയമം പാസ്സാക്കിയത്. അതിന് മുന്നേ പക്ഷെ എന്തുണ്ട്? നമുക്ക് സർവീസ് റൂളുകളൊക്കെ നിലവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ആക്ട്, ഈ നിയമത്തിൽ നിന്നാണ് സർവീസ് റൂളുകൾക്കൊക്കെ എന്ത് കിട്ടുന്നത്? അധികാരം കിട്ടുന്നത്. റൂളിന്റെ അധികാരം വരുന്നത്. അതായത് കുഞ്ഞ് ആദ്യം ഉണ്ടായി, കുഞ്ഞിന് ശേഷം അമ്മ ഉണ്ടായി എന്ന് പറയുന്ന സങ്കല്പമാണ് ഇവിടെ വരുന്നത്. കാരണം ഒരു ആക്ടിനകത്തുനിന്നേ ഒരു റൂളിന് അധികാരം ഉണ്ടാവുള്ളൂ. ഒരു റൂള് അല്ലെങ്കിൽ ഒരു ചട്ടത്തിന് അധികാരം കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന്റെ ചട്ടത്തിനെ പിന്താങ്ങുന്ന ഒരു നിയമം വേണം. ആക്ട് എന്ന് പറയുന്നതും റൂൾ എന്ന് പറയുന്നതൊക്കെ വേറെ വേറെ സങ്കല്പങ്ങളാണ്. നമ്മൾ പൊളിറ്റിക്കൽ സയൻസിൽ അല്ലെങ്കിൽ ഒരു ഭരണ സംവിധാനത്തിനകത്ത്, ഒരു ഗവേണിംഗ് സിസ്റ്റത്തിനകത്ത്, അല്ലെങ്കിൽ ഒരു പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്ന കുട്ടിക്ക് നന്നായിട്ട് അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഓർഡിനൻസ് ഇറക്കുന്ന ഗവർണർ ഓർഡിനൻസ് ഇറക്കിക്കൊണ്ടാണ് ഈ റൂള് നിലവിലുണ്ടായിരുന്നത്. അതിന് ഒരുപാട് കാലശേഷമാണ് കേരള നിയമസഭ എന്ത് പാസ്സാക്കിയത്? സർവീസ് ആക്ട്, കേരള പബ്ലിക് സർവീസ് ആക്ട് പാസ്സാക്കിയത്. അതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ആർട്ടിക്കിൾസ് ആണ് ആർട്ടിക്കിൾ 309 ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സർവീസ് റൂളുകളൊക്കെ പാസ്സാക്കിയിട്ടുള്ളത്. ഇനി ക്യാൻ മേക്ക് ഓർഡിനൻസ് അണ്ടർ ആർട്ടിക്കിൾ 213, അതും കൂടെ ഓർത്തിരിക്കുക. ഇനി ക്യാൻ റിസർവ് എനി ബിൽ ഫോർ ദ കൺസിഡറേഷൻ ഓഫ് ദ പ്രസിഡന്റ്. രാഷ്ട്രപതിക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ബില്ല് കൺസിഡറേഷന് വേണ്ടി വെക്കാം. ഇഫ് ദ ബിൽ ത്രെറ്റൻസ് ദ പൊസിഷൻ ഓഫ് ഹൈക്കോടതിയുടെ പൊസിഷനെ ത്രെറ്റൻ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ പബ്ലിക് സർവീസ് കമ്മീഷന്റെയും ഫിനാൻസ് കമ്മീഷൻ, ധനകാര്യ കമ്മീഷന്റെ ഒക്കെ റിപ്പോർട്ടുകൾ നിയമസഭയ്ക്ക് മുൻപാകെ വെക്കുന്നത് ആരാണ്? ഗവർണറാണ്. ഇനി ജുഡീഷ്യൽ അധികാരങ്ങൾ എന്തൊക്കെയാണ്? അപ്പോയിന്റ്മെന്റ്, പോസ്റ്റിംഗ് ആൻഡ് പ്രൊമോഷൻ ഓഫ് ഡിസ്ട്രിക്ട് ജഡ്ജ്. ജില്ലാ ജഡ്ജിമാരുടെ അപ്പോയിന്റിങ്, അവരുടെ പോസ്റ്റിംഗ്, അവരുടെ പ്രൊമോഷൻ സാധ്യതകളെല്ലാം തന്നെ ഗവർണറാണ് കൈകാര്യം ചെയ്യുന്നത്. മേഴ്സി പവർ ഉണ്ട് ആർക്ക്? രാഷ്ട്രപതിയെ പോലെ തന്നെ. പക്ഷെ എക്സെപ്ഷൻസ് എന്താണ്? ഡെത്ത് പെനാൽറ്റിയോ കോർട്ട് മാർഷലിന്റെ കാര്യത്തിൽ ഗവർണർക്ക് പ്രത്യേകിച്ച് സേ ഒന്നുമില്ല. വധശിക്ഷ ഇളവ് ചെയ്ത് കൊടുക്കാനോ കോർട്ട് മാർഷൽ വേണ്ടാന്ന് വെക്കാനോ ആർക്ക് പറ്റില്ല? ഗവർണർക്ക് പറ്റില്ല. ആർക്ക് പറ്റും? രാഷ്ട്രപതിക്ക് പറ്റും. ഇനി ഹൈക്കോടതി ജഡ്ജികളെ അപ്പോയിന്റ് ചെയ്യുന്നത് ഗവർണറാണ്. അപ്പോയിന്റ്സ് പേഴ്സൺസ് ടു ദ ജുഡീഷ്യൽ സർവീസ് ഓഫ് ദ സ്റ്റേറ്റ്. ജുഡീഷ്യൽ സർവീസ് ഓഫ് ദ സ്റ്റേറ്റിലേക്കുള്ള പൊസിഷൻസ്, ആൾക്കാരൊക്കെ അപ്പോയിന്റ് ചെയ്യുന്ന അദ്ദേഹമാണ്. ഫിനാൻഷ്യൽ അധികാരങ്ങൾ എന്താണ്? ബഡ്ജറ്റ് പ്രസന്റ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ പേരിലാണ്. ഡിമാൻഡ് ഫോർ ഗ്രാന്റ് can only be made on governor's recommendations.
ഇൻട്രൊഡക്ഷൻ ഓഫ് മണി ബില്ല്, ധനകാര്യ ബില്ല് പാസ്സാക്കുന്നത്, കണ്ടിജൻസി ഫണ്ട് ഓഫ് ദ സ്റ്റേറ്റ്, ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഗവർണറാണ്. അപ്പൊ ഇത്രയും അധികാരങ്ങളുള്ള ഒരു വ്യക്തി കൂടെയാണ് ഗവർണർ എന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർത്തെടുക്കാനായിട്ട് നോക്കുക. നമ്മൾ ക്ലാസ്സിനകത്ത് പഠിച്ച കാര്യമാണ്, ഞാൻ ഒരിക്കൽ ഇവിടെ പറയുന്നത് മാത്രം. ഇനി ചീഫ് മിനിസ്റ്റർ, എക്സിക്യൂട്ടീവിലെ മറ്റ് പ്രധാനപ്പെട്ട ഒരു അംഗമാണ് ചീഫ് മിനിസ്റ്റർ അഥവാ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. അദ്ദേഹം എന്താണ്? അദ്ദേഹം ഗവൺമെന്റിന്റെ ഹെഡ് ആണ്, അതുപോലെ തന്നെ റിയൽ എക്സിക്യൂട്ടീവ് ആണ് അഥവാ ഡിഫാക്ടോ എക്സിക്യൂട്ടീവ് ആണ്. അല്ല, അദ്ദേഹമാണ് നാട് ഭരിക്കുന്നത്. ഇനി ആർട്ടിക്കിൾ 164 സ്റ്റേറ്റ്സ് ദാറ്റ് ചീഫ് മിനിസ്റ്റർ ഷാൽ ബി അപ്പോയിന്റഡ് ബൈ ദ ഗവർണർ. നേരത്തെ ചോദ്യമായിട്ട് കണ്ടതാണ്. അപ്പം ആർട്ടിക്കിൾ 164 പറയുന്നത് മുഖ്യമന്ത്രിയെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? ഗവർണർ ആണ് എന്നാണ്. ഇനി ജനറലി ദ ലീഡർ ഓഫ് ദ മെജോറിറ്റി പാർട്ടി ആണ് എന്തായിട്ട് വരുന്നത്? അപ്പോയിന്റഡ് ബൈ ഗവർണർ. ഗവർണർ മുഖ്യമന്ത്രിയായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്. ഇൻ കേസ് ഓഫ് ഹങ് അസംബ്ലി, ഭൂരിപക്ഷം തികയ്ക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഗവർണർ അപ്പോയിന്റ്സ് ദ ലീഡർ ഓഫ് ദ പാർട്ടി ഓർ കോalition ആൻഡ് ആസ്ക് ഹിം ടു സീക്ക് എ വോട്ട് ഓഫ് കോൺഫിഡൻസ്. അപ്പം അവിശ്വാസ പ്രമേയം പാസ്സാക്കി എടുക്കാനും ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പോലെ സഖ്യകക്ഷി രൂപീകരിച്ചുകൊണ്ട് നമ്മൾ ആ പറയുന്ന മാജിക് നമ്പർ അല്ലെ 140 നിയമസഭാ മണ്ഡലങ്ങൾ ഉണ്ടെങ്കിൽ 71 സീറ്റ്, അതായത് പകുതിയേക്കാൾ ഒന്ന് കൂടുതലെങ്കിലും വേണം നാട് ഭരിക്കാനായിട്ട്. 70 വന്നാൽ പോലും പെട്ടുപോയി. അപ്പൊ 71 സീറ്റ് ഉള്ള ഒരു സഖ്യകക്ഷി അല്ലെങ്കിൽ ഒരു മുന്നണിയെ രൂപീകരിക്കാൻ പറ്റുന്ന ആ മുന്നണിയുടെ നേതാവിനെ ഗവർണർക്ക് എന്തായിട്ട് അപ്പോയിന്റ് ചെയ്യാം? മുഖ്യമന്ത്രിയായിട്ട് അപ്പോയിന്റ് ചെയ്യാം. എന്ത് ചെയ്താൽ മതി? ഈ പറയുന്ന നിയമസഭയ്ക്കകത്ത് അവിശ്വാസ പ്രമേയം പാസ്സാക്കി, അവിശ്വാസ പ്രമേയം അല്ല, പ്രമേയം വോട്ട് ഓഫ് കോൺഫിഡൻസ്, അവിശ്വാസം അല്ല, വിശ്വാസ പ്രമേയം പാസ്സാക്കി എടുത്താൽ മതി. സത്യപ്രതിജ്ഞ ആരെ മുൻപാകെയാണ്? ഗവർണറുടെ മുൻപാകെയാണ്. അതിനകത്ത് രാജ്യത്തിന്റെ അഖണ്ഡതയും അതുപോലെ തന്നെ ഐക്യവും എല്ലാം പ്രൊട്ടക്ട് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഇനി മുഖ്യമന്ത്രിയുടെ കാലാവധി പൊതുവെ ഫിക്സ്ഡ് അല്ല, 5 വർഷം എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഓഫീസ് ഡ്യൂറിംഗ് ദ പ്ലഷർ ഓഫ് ഗവർണർ ആണ്. cannot be dismissed as long enjoy majority support. It loses confidence of the assembly, must resign or governor can dismiss him. സാലറി എല്ലാം സംസ്ഥാന നിയമസഭകളാണ് തീരുമാനിക്കുന്നത്. അതായത് ഭൂരിപക്ഷം ഉള്ളിടത്തോളം കാലം ഗവർണർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഭൂരിപക്ഷം ഇല്ലാത്ത സമയത്ത് ഗവർണർക്ക് പിടിച്ച് പുറത്താക്കാനായിട്ട് പറ്റും. ഇനി മന്ത്രിസഭയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് എന്താണ്? രാഷ്ട്രപതിയല്ല, ഇവിടെ ഗവർണറാണ് വരുന്നത്. ഗവർണറെ അഡ്വൈസ് ചെയ്യണം ആര്? മന്ത്രിസഭ എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 163. ആർട്ടിക്കിൾ 164 മുഖ്യമന്ത്രിയെ അപ്പോയിന്റ് ചെയ്യുന്ന കാര്യം പറയുന്നു. അതുപോലെ തന്നെ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ടു ലെജിസ്ലേറ്റീവ് അസംബ്ലി, നിയമനിർമ്മാണ സഭയോട് കൂട്ടുത്തരവാദിത്തം ഉണ്ടെന്ന് പറയുന്നു. ടോട്ടൽ മിനിസ്റ്റേഴ്സ്, മന്ത്രിസഭയിലെ ആകെ അംഗങ്ങൾ 15% കൂടുതൽ ആവാൻ പാടില്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ ടോട്ടൽ മിനിസ്റ്റേഴ്സ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 12 അംഗങ്ങളെക്കാൾ കൂടുതലായിരിക്കും വേണം. എന്നാൽ 12 അംഗങ്ങളെക്കാൾ കൂടുതലായിരിക്കും വേണം, എന്നാൽ 15% കുറവാവാനേ പാടുള്ളൂ. 15% ഓഫ് കൗൺസിൽ ഓഫ് ഞാൻ ഒന്നുകൂടെ എഴുതി തരാം. 12 ഏറ്റവും ചുരുങ്ങിയ അംഗങ്ങൾ എന്ന് പറയുന്നത്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ നമ്പറാണ് ഞാൻ പറയുന്നത്. 15% ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. നിയമസഭയുടെ 15% മാക്സിമം, മിനിമം 12%. എന്തിന്റെ എണ്ണമാണ് പറയുന്നത്? മന്ത്രിസഭയുടെ എണ്ണമാണ് പറയുന്നത്. ഓക്കെ. ഇനി 167, എവരി മിനിസ്റ്റർ ക്യാൻ ടേക്ക് പാർട്ട് ഇൻ കമ്മിറ്റീസ് ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ബട്ട് കനോട്ട് വോട്ട്. എല്ലാ മന്ത്രിമാർക്കും എന്ത് ചെയ്യാൻ പറ്റും? ലെജിസ്ലേറ്റീവ് അസംബ്ലീസിന്റെ കമ്മിറ്റിക്കകത്ത് പങ്കെടുക്കാനായിട്ട് പറ്റും, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല? കമ്മിറ്റിക്കകത്ത് കയറി വോട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഇതൊക്കെ നമ്മൾ എവിടെയും പഠിക്കുന്നുണ്ട്, പാർലമെന്ററി കമ്മിറ്റീസിന്റെ കാര്യത്തിലും പറയുന്ന കാര്യമാണ്. ഇനി മുന്നോട്ട് പോകുമ്പോൾ അഡ്വക്കേറ്റ് ജനറൽ ആണ് ഏറ്റവും സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കഥാപാത്രം. 165 ആർട്ടിക്കിൾസ് വരുന്നത്. അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ്? ഗവർണറാണ്. ക്വാളിഫിക്കേഷൻ എന്താണ്? ഒന്നല്ലെങ്കിൽ ജഡ്ജോ അഡ്വക്കേറ്റോ ആവാനുള്ള ക്വാളിഫിക്കേഷൻ വേണം. എവിടെ? ഹൈക്കോടതിയിൽ. എത്ര വർഷം എക്സ്പീരിയൻസ്? 10 വർഷത്തെ എക്സ്പീരിയൻസ്. അദ്ദേഹമാണ് സംസ്ഥാന സർക്കാരിന്റെ ചീഫ് ലീഗൽ അഡ്വൈസർ. അദ്ദേഹമാണ് സംസ്ഥാന സർക്കാരിന്റെ അഡ്വക്കേറ്റ് എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 175 ഗീവ്സ് ദ റൈറ്റ് ടു സ്പീക്ക് ഇൻ അസംബ്ലി. അസംബ്ലിക്കകത്ത് സംസാരിക്കാനുള്ള അധികാരം അഡ്വക്കേറ്റ് ജനറൽ കൊടുക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 175. കൃത്യമായിട്ട് ഓർത്തു വെച്ച് പോവുക. അപ്പോൾ ഇതാണ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ പഠിക്കേണ്ടത്. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എന്താണ്? സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പോൾ അതിന്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. അക്കോർഡിംഗ് ടു ദ ആർട്ടിക്കിൾ 170, ദ നമ്പർ ഓഫ് സീറ്റ്സ് ഇൻ ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് ഈച്ച് സ്റ്റേറ്റ് ഷുഡ് നോട്ട് ബി മോർ ദാൻ. അപ്പോൾ എത്രയാണ്? 500 സീറ്റിൽ കൂടുതൽ നിയമസഭയ്ക്കകത്ത് വരാൻ പാടില്ല. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർട്ടിക്കിൾസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രൊവൈഡ്സ് ദ പ്രൊവിഷൻ ഫോർ ക്രിയേഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് ഇൻ സ്റ്റേറ്റ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആർട്ടിക്കിൾ 169. നമുക്കറിയാം നമ്മുടെ നാട്ടിലെ കേരളത്തിനകത്ത് എന്തേ ഉള്ളൂ? ഒരു നിയമസഭ മാത്രമേ ഉള്ളൂ. എന്നാൽ എല്ലാവരും അങ്ങനെയല്ല. ബൈക്യാമറൽ, അതായത് കേന്ദ്രത്തിൽ എപ്രകാരമാണോ രാജ്യസഭയും ലോക്സഭയും ഉള്ളത്, അതേപോലെ തന്നെ ബൈക്യാമറൽ ലെജിസ്ലേച്ചർ ഉള്ള സംസ്ഥാനങ്ങളും ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിൽ സംസ്ഥാനത്തിനകത്ത് രൂപീകരിക്കാൻ അധികാരമുണ്ട് എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 169 ആണ്. ഇനി
വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അത്യാവശ്യം ലോജിക്കൽ ആവശ്യമുള്ള ഒരുപാട് സമയം കൺസ്യൂം ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? അപ്പോൾ ഇതൊക്കെ അങ്ങനെ കൈയോടെ വായിച്ചു പോകണം. കറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്തുമായിട്ട് ബന്ധപ്പെട്ട്? സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് കറക്റ്റ് ആയിട്ടുള്ളത്? ദ മാക്സിമം സ്ട്രെങ്ത് ഓഫ് ദ കൗൺസിൽ ഇസ് ഫിക്സഡ് അറ്റ് 1/3 ഓഫ് ദ ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ദ അസംബ്ലി. അത് ശരിയാണോ? ഇത് ശരിയാണ്. മിനിമം സ്ട്രെങ്ത് ഓഫ് ദ കൗൺസിൽ ഇസ് ഫിക്സഡ് അറ്റ് 40. അത് ശരിയാണോ? അതും ശരിയാണ്. A total of 5/6 of the total members of the legislative council are indirectly elected and 1/6 members are nominated. അതും ശരിയാണ്. The nominations അഥവാ നോമിനേറ്റഡ് മെമ്പേഴ്സ് മെയ്ഡ് ബൈ ദ ഗവർണർ ക്യാൻ ബി ചാലഞ്ചഡ് ഇൻ ദ കോർട്ട്. അത് തെറ്റാണ്. കോടതിയിൽ ഇത് ചാലഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. രാഷ്ട്രപതിയുടെ ഡിസ്ക്രിപ്ഷനാണ് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആളുകളെ നാമനിർദ്ദേശം ചെയ്യാം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആ ചോദ്യം കൂടെ ഓർത്തിരിക്കുക. ഇനി ദ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജ് വർക്ക് ഡയറക്ട്ലി അണ്ടർ ദ കൺട്രോൾ ഓഫ്. ആരുടെ കീഴിലാണ് ജില്ലാ ജഡ്ജും അതുപോലെ തന്നെ സെഷൻസ് ജഡ്ജും വർക്ക് ചെയ്യുന്നത്? ആരുടെ കീഴിലാണ്? ഹൈക്കോർട്ട് സ്റ്റേറ്റ്. ആസ് ഓൺ നവംബർ 2020 വേർ ഈസ് ഇന്ത്യസ് ന്യൂവസ്റ്റ് ഹൈക്കോർട്ട് ബിൽഡ്? ഏറ്റവും പുതിയ ഹൈക്കോടതി എവിടെയാണ് ഉള്ളത്? എവിടെയാണ്? അമരാവതി. ഓക്കെ, ഇനി ഇതിന്റെ ആർട്ടിക്കിൾസ് നമുക്ക് ഒന്ന് നോക്കി പോവാം. ഞാൻ ഇതൊരു കമ്പാരിസൺ ചാർട്ടാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി. അപ്പോൾ ഒരു ഭാഗം പാർട്ട് 5 ആർട്ടിക്കിൾസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ കൂടെ 89 കൂട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? പാർട്ട് 6 ആർട്ടിക്കിൾസ് കിട്ടും, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് കിട്ടും. അപ്പോൾ അങ്ങനെ പഠിച്ചു പോകാൻ പറ്റുന്ന ആർട്ടിക്കിൾസ് എല്ലാം ഞാൻ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു സ്ലൈഡ് മാത്രം മതി നിങ്ങൾക്ക് 2 പാർട്സ് ഒരുപാട് കാര്യങ്ങൾ കവർ ചെയ്യാനായിട്ട്, ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ടും പറ്റും. ആർട്ടിക്കിൾ 72 നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പാർഡണിങ് പവർ ഓഫ് പ്രസിഡന്റ്. രാഷ്ട്രപതിയുടെ പാർഡണിങ് പവർ ആണ്. അതിന്റെ കൂടെ 89 കൂട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 161 കിട്ടും. അത് ആരുടെയാണ്? ഗവർണറുടെ പാർഡണിങ് പവർ ആണ്. നമുക്കറിയാം കോർട്ട് മാർഷലെ, ഡെത്ത് പെനൽറ്റി, ഈ 2 കാര്യങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഗവർണർക്കും രാഷ്ട്രപതിക്കും ശിക്ഷയിൽ ഇളവ് ചെയ്യാനും ശിക്ഷയെ മരവിപ്പിക്കാനും ശിക്ഷയെ നീക്കം ചെയ്യാനുമുള്ള അധികാരമെല്ലാം ഉണ്ട്. ഇനി 74 കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ടു എയ്ഡ് ആൻഡ് അഡ്വൈസ് പ്രസിഡന്റ്. രാഷ്ട്രപതിയെ എയ്ഡ് ചെയ്യാനും അഡ്വൈസ് ചെയ്യാനും മന്ത്രിസഭയ്ക്ക് ഉത്തരവാദിത്തമുണ്ട് എന്ന് പറയുന്ന ആർട്ടിക്കിൾ 74 ആണ്. അതിന്റെ കൂടെ 89 കൂട്ടിയാൽ 163 പറയുന്നു. കേരള അല്ലെങ്കിൽ സംസ്ഥാന മന്ത്രിസഭകൾക്ക് ഗവർണറെ ഉപദേശിക്കുക അല്ലെങ്കിൽ ഗവർണറെ ഐഡ് ചെയ്യാനും അഡ്വൈസ് ചെയ്യാനുമുള്ള എന്താണ് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്ന് പറയുന്നു. അറ്റേർണി ജനറലിനെ പറ്റി പറയുന്നത് 76 ആണെന്നുണ്ടെങ്കിൽ 165 അഡ്വക്കേറ്റ് ജനറലിനെ പറ്റി പറയുന്നത്. 79 എന്തിനെ പറ്റി പറയുന്നു? 79 സംസ്ഥാന നിയമസഭ പാർലമെന്റിന്റെ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ട് പറയുന്നു. ഇപ്പുറത്ത് 168 കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി പറയുന്നത്. 83 പാർലമെന്റിലെ സഭകളുടെ കാലാവധിയെ പറ്റി പറയുന്നു. ഇവിടെ 172 സംസ്ഥാന നിയമസഭകളുടെ കാലാവധിയെ പറ്റി പറയുന്നു. 84 MP-യുടെ, രാജ്യസഭ MP-യുടെയും ലോകസഭ MP-യുടെയും ക്വാളിഫിക്കേഷനെ പറ്റി പറയുന്നു. 173 MLA-യുടെ ക്വാളിഫിക്കേഷനെ പറ്റി പറയുന്നു. 85 രാജ്യസഭ അല്ലെങ്കിൽ പാർലമെന്റ് സമ്മേളനങ്ങളുടെ സമൺ ചെയ്യാനും അതിന്റെ പ്രൊറഗേഷനും ഡിസൊല്യൂഷനെ പറ്റി പറയുമ്പോൾ 89 കൂട്ടി 174 സംസ്ഥാന നിയമസഭകളെ പറ്റി പറയുന്നു. 99 സത്യപ്രതിജ്ഞയാണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് 188 സത്യപ്രതിജ്ഞയാണ്. 102 ഡിസ്ക്വാളിഫിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് 191 എന്താണ്? ഡിസ്ക്വാളിഫിക്കേഷൻ ആണ്. 105 പ്രിവിലേജ് ആണെങ്കിൽ 194 MLA-മാരുടെ പ്രിവിലേജ്. 111 രാഷ്ട്രപതി ബില്ലുകൾക്ക് അസെൻഷൻ കൊടുക്കുന്നതിന് ഒപ്പുവെക്കുന്നതിനെ പറ്റി പറയുന്നുണ്ടെങ്കിൽ 200 ഇപ്പുറത്ത് ഗവർണർ ബില്ലുകൾ ഒപ്പുവെക്കുന്നതിനെ പറ്റി പറയുന്നത്. അപ്പോൾ 89 കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും ആർട്ടിക്കിൾസ് കിട്ടും. ഏകദേശം 72 മുതൽ 111 വരെയുള്ള ആർട്ടിക്കിൾസ് പാർട്ട് 5 അതിന്റെ കൂടെ 89 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ആർട്ടിക്കിൾസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? പാർട്ട് 5 പഠിക്കുക, കൃത്യമായിട്ട് പാർട്ട് 5 പഠിക്കുക. അതിന്റെ കൂടെ എന്ത് ആഡ് ചെയ്യുക? 89 ആഡ് ചെയ്തിട്ട് നിങ്ങൾ പാർട്ട് 6ന്റെ കറസ്പോണ്ടിങ് ആർട്ടിക്കിൾസ് പഠിക്കാനായിട്ട് ശ്രമിക്കുക. സിമ്പിൾ ആണ് അല്ലേ? ഒരു സൈഡ് പഠിച്ചു വെക്കണം, അതിൽ നിന്ന് എന്ത് ചെയ്യുക? 89 ആഡ് ചെയ്ത് അപ്പുറത്തെ സൈഡും കൂടെ പഠിക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഒറ്റയടിക്ക് 200 ചില ആർട്ടിക്കിൾസ് വരെയുള്ള നിങ്ങളുടെ കയ്യിലിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇനി അപ്പോൾ 111 ശേഷം എന്താ സംഭവിക്കുന്നത്? 112 തൊട്ട് 124 വരെയുള്ള ഭാഗങ്ങൾ. 112 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കേന്ദ്രത്തിൽ എന്താണ്? ബഡ്ജറ്റ് ആണ്, ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ബഡ്ജറ്റ് എന്ന് പറയുന്ന വാക്ക് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എവിടെയും പറഞ്ഞിട്ടില്ല. പകരം കൊടുത്തിരിക്കുന്നത് എന്താണ്? പാർട്ട് 5 ആർട്ടിക്കിൾ 112 എന്ന് പറയുന്നത് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന വാക്കാണ് കൊടുത്തിരിക്കുന്നത് ബഡ്ജറ്റിന് പകരം. അതിന്റെ കൂടെ നിങ്ങൾ 90 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 212 കിട്ടും. 212 സംസ്ഥാന നിയമസഭകളിലെ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ 112 തൊട്ട് 124 വരെയുള്ള ഭാഗം 5 ആർട്ടിക്കിൾസിന്റെ കൂടെ നിങ്ങൾ 90 ആഡ് ചെയ്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് കിട്ടും? അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലെ ആർട്ടിക്കിൾസ് നിങ്ങൾക്ക് കിട്ടും.
ഓക്കെ, അപ്പോൾ അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. 118 മണി ബില്ല് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക, 90 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 208 എന്തായിട്ട് കിട്ടും, മണി ബില്ലായിട്ട് കിട്ടും. 112 ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നുണ്ടെങ്കിൽ 202 ബഡ്ജറ്റ് വരിക, എവിടെ, സംസ്ഥാനങ്ങളിലെ ബഡ്ജറ്റ് വരിക. അപ്പോൾ ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ട്രിക്ക് കൂടെ നിങ്ങളിവിടെ പഠിച്ചു വെക്കുന്നത് വളരെ നല്ലതാണ്. ഇനി സംസ്ഥാന നിയമസഭകളുടെ സ്ട്രക്ചർ നമുക്ക് നോക്കാം. അപ്പോൾ അതിനകത്ത് ഗവർണർ ഒരു സൈഡിലുണ്ട്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ നിയമസഭ ഒരു സൈഡിലുണ്ട്. നമുക്കറിയാം നിയമസഭ പാസ്സാക്കുന്ന ബില്ലുകളെ ഗവർണർ ഒപ്പുവെച്ചാലാണ് എന്തായിട്ട് മാറുന്നത്, നിയമമായിട്ട് മാറുന്നത് അല്ലേ. ഇനി സംസ്ഥാന ലെജിസ്ലേച്ചർ, അതായത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞാൽ അത് യൂണിക്യാമറലാകാം. അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് ഇത്, കേരള അല്ലെ. കേരളത്തിനകത്ത് ഒരു നിയമസഭ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ബൈക്യാമറലാവാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലെജിസ്ലേറ്റീവ് കൗൺസിലും ലെജിസ്ലേറ്റീവ് അസംബ്ലിയും ഉള്ള സംസ്ഥാനങ്ങളാവാം. നിലവിൽ അങ്ങനെ 6 സംസ്ഥാനങ്ങൾ നമുക്കുണ്ട്. ആന്ധ്രാപ്രദേശ്, ബീഹാർ, കർണാടക, മഹാരാഷ്ട്ര, തെലങ്കാന, UP. ഇതിന് മുന്നേ ചോദിച്ചിട്ടുണ്ട് 2020 പ്രകാരം, അല്ലെങ്കിൽ 2021 മറ്റോ ആണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ആസ് ഓഫ് 2020 എത്ര സംസ്ഥാനങ്ങളിലാണ് ബൈക്യാമറൽ ലെജിസ്ലേച്ചർ ഉള്ളത് എന്ന്. ഇപ്പോൾ തെലങ്കാനയിലുണ്ട്, മഹാരാഷ്ട്രയിലുണ്ട്, കർണാടകയിൽ, ബീഹാറിൽ, ആന്ധ്രാപ്രദേശിൽ, UP-യിലെല്ലാം ഉണ്ട്. അപ്പോൾ അതിനെ എന്തെന്ന് വിളിക്കുന്നു, അപ്പർ ഹൗസ് അഥവാ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽസ്. പിന്നെ എന്തുണ്ട്, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഉണ്ട്. സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. ഓക്കെ, ഇനി ക്വാളിഫിക്കേഷൻ എന്താണ്, ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ബൈ ദ പാർലമെന്റ്, അണ്ടർ RP ആക്ട്. 2 രീതിയിലുള്ള യോഗ്യതകൾ ഞാനിവിടെ പറയുന്നുണ്ട്. ഇത് എന്തിന്റെ ക്വാളിഫിക്കേഷൻ ആണ്, ഒരു MLA-യുടെ ക്വാളിഫിക്കേഷൻ. അപ്പോൾ ഭരണഘടന പ്രകാരം ഒരു MLA ആവാനുള്ള യോഗ്യത എന്താണ്, അദ്ദേഹം പൗരനായിരിക്കണം. ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് വെക്കുന്ന ആളുടെ മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്യണം. 25 വയസ്സാണ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, അതായത് ലോവർ ഹൗസിന്റെ MLA ആവാനാണെങ്കിൽ 25 വയസ്സാണ് പ്രായപരിധി. അപ്പർ ഹൗസിലാണെന്നുണ്ടെങ്കിൽ 30 വയസ്സാണ് പ്രായപരിധി. ഇത്രയാണ് ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളൂ. ഇനി റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951, 1951 RPA ആക്ട് പ്രകാരം പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഹി മസ്റ്റ് ബി എൻ എലക്ടർ ഫോർ എൻ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി ഇൻ ദ കൺസേൺ സ്റ്റേറ്റ്. ഒരു സംസ്ഥാനത്തിലെ MLA ആവണമെന്നുണ്ടെങ്കിൽ ആ സംസ്ഥാനത്തിലെ ഏതെങ്കിലും ഒരു നിയമസഭാ മണ്ഡലത്തിലെ എലക്ടർ ആയിരിക്കണം. പാർലമെന്റിൽ എപ്രകാരമാണോ ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇനി മസ്റ്റ് ബി എ റെസിഡന്റ് ഫോർ ഗവർണേഴ്സ് നോമിനേഷൻ. നോമിനേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ സ്ഥലത്ത് എത്ര റെസിഡന്റ് ആയിരിക്കണം, 6 മാസമെങ്കിലും ചുരുങ്ങിയത് നമ്മുടെ സ്റ്റേറ്റിൽ താമസിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ മാത്രമേ ഗവർണർക്ക് നോമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതായത് കേരള ഗവർണർക്ക് അടുത്ത സംസ്ഥാനത്തിലെ ഒരു വ്യക്തിയെ പിടിച്ചിട്ട് ഇവിടുത്തെ ഈ വിധാനസഭയുടെ അപ്പർ ഹൗസിന്റെ അംഗമാക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമുക്കറിയാം ഗവർണർ, ഈ പറഞ്ഞ അപ്പർ ഹൗസിന്റെ കോമ്പോസിഷനും അതുപോലെ തന്നെ ലോവർ ഹൗസിന്റെ കോമ്പോസിഷനും നമുക്ക് നോക്കാം. സ്ട്രെങ്ത്, മിനിമം സ്ട്രെങ്ത് 60 വേണമെന്നാണ് പറയുന്നത്. മിനിമം സ്ട്രെങ്ത് 60 വേണം. മാക്സിമം സ്ട്രെങ്ത് 500 വേണം. കേരളം നിൽക്കുന്നത് 140-ലാണ്. UP-യിലും മറ്റും 400-ൽ പരം MLA-മാരുണ്ട്. കേരളം നിൽക്കുന്നത് 140 MLA-മാരുമായിട്ടാണ്. അങ്ങനെ 500 MLA-മാരെ വരെയാണ് ഒരു സംസ്ഥാനത്തിന് മാക്സിമം യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. 60 MLA-മാര് മിനിമം വേണം. 60 MLA-മാര് മിനിമം വേണം. അതിൽ എക്സെപ്ഷൻസ് ആണ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ, സിക്കിം, ഗോവ തുടങ്ങിയവയൊക്കെ. അരുണാചൽ പ്രദേശില് 30 പേര്, സിക്കിമിൽ 30 MLA-മാര്, ഗോവയിൽ 30 MLA-മാരും, മിസോറാമിൽ 40, നാഗാലാൻഡിൽ 46. ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും ഈ പറഞ്ഞ പോലെ 60-ന് മുകളിൽ MLA-മാർ ഉണ്ട്. ഇനി നമ്മുടെ ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ അവസ്ഥ എന്താണ്, മിനിമം 40 പേര് വേണം. ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ മിനിമം 40 പേര് വേണം. ഇനി മാക്സിമം എത്രയാണ്, 1/3 ആണ്. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നിങ്ങൾ കണ്ടതല്ലേ നേരത്തെ ചോദ്യത്തിനകത്ത്. ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ, ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ 1/3 മാക്സിമം പാടുള്ളൂ. അപ്പം ഇപ്പൊ ഫോർ എക്സാമ്പിൾ കേരളത്തില് ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട്, 140 MLA-മാരടങ്ങുന്ന ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട്. നാളെ കേരളത്തിന് ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിൽ, ഒരു അപ്പർ ഹൗസ് കൂടെ വേണമെന്ന് തീരുമാനിച്ചാൽ ഈ 140-ന്റെ 1/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും, 40 അല്ലെ. ഒരു എന്താ പറയുന്നത്, 45 ആണെങ്കിൽ ഏറെക്കുറെ 45, 46-ൽ പരം ആളുകൾ അല്ലെങ്കിൽ അതിൽ കൂടാൻ പാടില്ല. എന്തിന്റെ എണ്ണം, ലെജിസ്ലേറ്റീവ് കൗൺസിലുള്ള അംഗങ്ങളുടെ എണ്ണം. അതാണ് മാക്സിമം ലിമിറ്റ്. മിനിമം എത്രയാണ്, 40. അപ്പൊ 40-നും 46-നും ഇടയിലുള്ള അംഗങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ കേരളത്തിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകരിക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി ആക്ച്വൽ സ്ട്രെങ്ത് ഓഫ് ദ കൗൺസിൽ ഈസ് ഫിക്സ്ഡ് ബൈ ദ പാർലമെന്റ്. പാർലമെന്റ് ആണ് ആ നമ്പർ ഫിക്സ് ചെയ്യുന്നത്. ഇനി ഈ തെരഞ്ഞെടുക്കപ്പെട്ട 1/3 ആളുകളാണ് നമ്മൾ പറഞ്ഞു. അതിൽ തന്നെ 1/3 എന്താണ്, മെമ്പേഴ്സ് ഓഫ് ദ ലോക്കൽ ബോഡിയാണ്. മുനിസിപ്പാലിറ്റിയിൽ നിന്നും ജില്ലാ ബോർഡുകളിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന ആളുകൾ. മറ്റു 3/1 സംസ്ഥാന നിയമസഭകളുടെ ആളുകൾ തെരഞ്ഞെടുക്കുന്നതാണ്. 12/1 ഗ്രാജുവേറ്റുകൾ തെരഞ്ഞെടുക്കുന്നതാണ്. 12/1 ടീച്ചറുകൾ തെരഞ്ഞെടുക്കുന്നതാണ്. അപ്പൊ ആ രീതിയിൽ ഇവരെല്ലാം തെരഞ്ഞെടുക്കുന്ന ആളുകളെയാണ് നമ്മൾ എങ്ങോട്ട് വിടുന്നത്, വിധാനസഭയിലേക്ക് വിടുന്നത്.
അത് നേരെ മറിച്ച് MLA ഇലക്ഷൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇലക്ഷൻ ബൈ പീപ്പിൾ ഓൺ ദ ബേസിസ് ഓഫ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്. 18 വയസ്സിന് മുകളിലുള്ള എല്ലാവരും വോട്ടവകാശമുള്ള ആളുകൾ വോട്ട് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ 140 വരെയും ജയിപ്പിച്ചു വിടുന്നത്. ഗവർണർക്ക് നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരുന്നു ഒരാളെ, പക്ഷെ ഇപ്പോൾ അതെന്ത് ചെയ്തു? ഇപ്പോൾ റിമൂവ് ചെയ്തു. 104 ഭരണഘടനാ ഭേദഗതിയിലൂടെ ഗവർണറിന്റെ നോമിനേഷൻ നമുക്ക് ഒഴിവാക്കാം. 552 പേര് ലോക്സഭയിൽ ഉണ്ടായിരുന്നു, ഇപ്പൊ എത്രയായി? 550 മാക്സിമം സ്ട്രെങ്ത്. പ്രസിഡന്റിന്റെയും മാറ്റി. 1/6 ആളുകളാണ് എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ പോലെ ഗവർണർക്ക് നോമിനേറ്റ് ചെയ്യാനായിട്ട് എവിടെ പറ്റുന്നത്? ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ പറ്റുന്നത്. ഇനി ഇതിന്റെ കാലാവധി 5 വർഷമാണ്. നേരെ മറിച്ച് ലെജിസ്ലേറ്റീവ് കൗൺസിലെ രാജ്യസഭ പോലെ തന്നെ എന്താണ്? കണ്ടിന്യൂയിങ് ബോഡിയാണ്. 3/1 അംഗങ്ങൾ 2 വർഷം കൂടുമ്പോൾ റിട്ടയർ ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ചോദ്യങ്ങൾ നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് കറക്റ്റ് ഇൻ റെസ്പെക്ട് ഓഫ് അപ്പോയിന്റ്മെന്റ് ഓഫ് ഡിസ്ട്രിക്ട് ജഡ്ജ്? അപ്പൊ ജില്ലാ ജഡ്ജികളെ അപ്പോയിന്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് എന്താണ്? ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട് ഓഫ് ദ സ്റ്റേറ്റ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ഗവർണർ. അല്ല, ഗവർണറാണ് അപ്പോയിന്റ് ചെയ്യുന്നത് ഹൈക്കോടതിയോട് ചോദിച്ചിട്ട്. ഇപ്പൊ ജില്ലാ ജഡ്ജികളെ അപ്പോയിന്റ് ചെയ്യുന്നത് ഗവർണറുടെ എക്സിക്യൂട്ടീവ് അധികാരത്തിന്റെ കീഴിൽ വരുന്നതാണെന്ന് നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ടതാണ്. ജില്ലാ ജഡ്ജികൾ അപ്പോയിന്റ് ചെയ്യുന്നത് പക്ഷെ ആരോട് ചോദിച്ചിട്ടായിരിക്കും? ഹൈക്കോടതിയോട് ചോദിച്ചിട്ടായിരിക്കും. ഇനി ഹൈക്കോർട്ട് ഓഫ് ഡൽഹി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ, ഇത് ഒരുപാട് വട്ടം ആർബിക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. 966 ഡൽഹി ഹൈക്കോടതി എന്ത് ചെയ്തിട്ടുള്ളത്? എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർത്തു വെക്കുക. ഇനി ഇതാണ് കോടതിയുടെ ഒരു സ്ട്രക്ചർ. ഇന്ത്യയിലുള്ള നീതിന്യായ വ്യവസ്ഥയുടെ ഒരു സ്ട്രക്ചർ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. സുപ്രീം കോടതിയാണ് ഏറ്റവും പരമോന്നത കോടതിയായിട്ട് പറയുന്നത്. അതിന്റെ താഴെ ഹൈക്കോടതി, അതിന്റെ താഴെ സബോർഡിനേറ്റ് കോർട്സ്. ഇങ്ങനെയാണ് അതിന്റെ ഒരു സ്ട്രക്ചർ ഇരിക്കുന്നത്. സബോർഡിനേറ്റ് കോർട്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് തന്നെ 3 കാറ്റഗറി വരുന്നുണ്ട്. ജില്ലാ കോടതികൾ, സെഷൻ കോടതികൾ, റവന്യൂ കോടതികൾ. ഓക്കെ, ഇപ്പോൾ സുപ്രീം കോടതി ഉണ്ട്, അവിടെ ഈ പറഞ്ഞ പോലെ ജഡ്ജിമാരും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും ഉണ്ട്. ഹൈക്കോടതികളുണ്ട്. ഹൈക്കോടതികൾ സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി ഒരു ഹൈക്കോടതി, ആ രീതിയിലും എന്തുണ്ട്? ഹൈക്കോർട്സ് ഉണ്ട്. പിന്നെ എന്തുണ്ട്? സബോർഡിനേറ്റ് കോർട്സ് ഉണ്ട്. സബോർഡിനേറ്റ് കോർട്സ് എന്ന് പറയുന്നത് ഹൈക്കോടതിയുടെ താഴെ വരുന്ന ജില്ലാ കോടതികൾ. നമ്മൾ സാധാരണക്കാർ ഏറ്റവും ആദ്യം ചെന്നെത്തിപ്പെടുന്ന കോടതിയാണ് സബോർഡിനേറ്റ് കോർട്സ് എന്ന് പറയുന്നത്. അതിൽ തന്നെ സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്നവയാണ് ജില്ലാ കോടതി എന്ന് പറയുന്നത്. ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്നവയാണ് സെഷൻസ് കോടതി എന്ന് പറയുന്നത്. അതല്ലാതെ ലാൻഡ് റവന്യൂ ആയിട്ട് ബന്ധപ്പെട്ട്, ഭൂനികുതിയുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് റവന്യൂ കോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിന് പുറമെയാണ് സ്പെഷ്യൽ കോർട്സും ട്രൈബ്യൂണൽസ് എല്ലാം ഉള്ളത്. സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ പോലുള്ള ട്രൈബ്യൂണൽസ് ഒക്കെ ഇതിന് പുറമേ ഉള്ളതാണ്. നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ സ്പെഷ്യൽ കേസുകൾക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് തീർപ്പ് കൽപ്പിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതാണ് ട്രൈബ്യൂണൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ജില്ലാ ജഡ്ജിമാരുടെ കാര്യം, അപ്പോൾ ജില്ലാ കോടതികളിൽ ഇരിക്കുന്ന ഏറ്റവും ഹയസ്റ്റ് പൊസിഷൻ ഉള്ള ആളാണ് ജില്ലാ ജഡ്ജ് എന്ന് പറയുന്നത്. സെഷൻസ് കോടതിയിലിരിക്കുന്ന ഏറ്റവും ഹയസ്റ്റ് പൊസിഷനുള്ള ആളാണ് സെഷൻസ് ജഡ്ജ് എന്ന് പറയുന്നത്. ചില കേസുകളിൽ ഇത് രണ്ടും ഒരേ ആൾ തന്നെയായിരിക്കും. അയാൾ ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ സെഷൻസ് ജഡ്ജ് എന്നും സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ സിവിൽ ജഡ്ജ് എന്നും വിളിക്കുന്ന രീതിയിൽ. പിന്നെ അതിന്റെ താഴത്തേക്ക് പോകുമ്പോൾ അഡീഷണൽ അസിസ്റ്റന്റ് ജില്ലാ ജഡ്ജികൾ ഉണ്ടായിരിക്കും, സെഷൻ ജഡ്ജ് ഉണ്ടായിരിക്കും. പിന്നെ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്, അത് ഈ സിവിൽ ജഡ്ജിന്റെ ഇതിനകത്തും വരുന്നുണ്ട്. ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് വരുന്നത് ക്രിമിനൽ കേസിനകത്താണെന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ആ രീതിയിലാണ് എൻ്റെ ഒരു ഹൈറാർക്കി പോകുന്നത്. ഓക്കെ, ഇനി ഏറ്റവും പഴക്കം ചെന്ന ഹൈക്കോടതി കൽക്കട്ട ഹൈക്കോടതിയാണ്. അത് ജൂലൈ 1, 1862 ഹൈക്കോർട്ട്സ് ആക്ട് 1861 വഴിയാണ് നിലവിൽ വന്നെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഡൽഹി ഹൈക്കോടതി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും ചോദിക്കുന്നതാണ്. 31 ഒക്ടോബർ 1966 നിലവിൽ വന്നത്. അത് ഡൽഹി ഹൈക്കോർട്ട് ആക്ട് 1966 വഴിയാണ് നിലവിൽ വന്നത്. ആ 2 പോയിന്റും കൂടെ ഇവിടെ ഒന്ന് ഓർത്തിരിക്കുക. ഇനി പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്ന ഭാഗത്തിലേക്കാണ് നമ്മൾ കടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ന് പറയുന്ന ഭാഗമാണ്. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗമാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. Which of the following is not one of the components of the Panchayati Raj institutions in India at the village level? Village level-ലാത്ത് വരാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രാമസഭ, ന്യായ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് വരുന്നതാണ്. പഞ്ചായത്ത് സമിതിയാണ് ഇല്ലാത്തത്. ഇനി 73ാം ഭരണഘടനാ ഭേദഗതി 92 നിലവിൽ വന്നപ്പോൾ which body functions as the foundation of the Panchayati Raj system ensuring broad based community participation? ഏതാണ്? ഗ്രാമസഭ അല്ലെ? ഗ്രാമസഭയാണ് ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഒരു ഭാഗമായിട്ട് നമ്മുടെ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇനി വിച്ച് അർബൻ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോഡി മാനേജസ് സ്മോൾ ടൗൺസ് വിത്ത് ലിമിറ്റഡ് മുനിസിപ്പൽ ഫംഗ്ഷൻസ് ലൈക്ക് സ്ട്രീറ്റ് ലൈറ്റിംഗ് ആൻഡ് ഡ്രെയിനേജ്? അപ്പോൾ ഏത് അർബൻ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോഡിയാണ് മാനേജസ് സ്മോൾ ടൗൺസ് വിത്ത് ലിമിറ്റഡ് മുനിസിപ്പൽ ഫംഗ്ഷൻസ് ലൈക്ക് സ്ട്രീറ്റ് ലൈറ്റിംഗ് ആൻഡ് ഡ്രെയിനേജ്? ഏതാണ്? ടൗൺ ഏരിയ കമ്മിറ്റിയാണ്. പോർട്ട് ട്രസ്റ്റ് അല്ല. പോർട്ട് ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ മുംബൈ, ചെന്നൈ, കൊൽക്കത്ത പോലുള്ള ഒരു പോർട്ടുകളാണ്. മുനിസിപ്പൽ കോർപ്പറേഷൻ നമുക്കറിയാവുന്നതാണ്. അവർക്ക് സ്ട്രീറ്റ് ലൈറ്റിംഗും ഡ്രെയിനേജും മാത്രമാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അല്ല,
ഇനി സ്പെഷ്യൽ പർപ്പസ് ഏജൻസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതായിട്ട് യാതൊരു ബന്ധമില്ല. ഇപ്പോൾ നമ്മുടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അങ്ങനെയുള്ള സംഭവങ്ങളാണ് സ്പെഷ്യൽ പർപ്പസ് ഏജൻസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിന് ആൻസർ വരുന്നത് ഏതാണ്? ടൗൺ ഏരിയ കമ്മിറ്റിയാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്തവണത്തെ NTPCക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, നോക്കി പോവുക. ഇനി ആസ് പെർ ദ യൂണിയൻ ബഡ്ജറ്റ് 2025 വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഗ്രാമപഞ്ചായത്ത്സ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം ബഡ്ജറ്റിനകത്ത് പറഞ്ഞിട്ടുള്ള ഒരു ഡാറ്റ ആയതുകൊണ്ട് പഠിച്ചു പോവുക. 2.68 ലക്ഷം എന്തുണ്ട് ഗ്രാമപഞ്ചായത്തുകൾ ഇന്ത്യയിലെമ്പാടും ഉണ്ട്. കേരളത്തിൽ മാത്രം തന്നെ 1000-ൽ പരം ഗ്രാമപഞ്ചായത്ത് ഉണ്ടെന്നുള്ള കാര്യം, അല്ലെങ്കിൽ 1000-ഓളം ഗ്രാമപഞ്ചായത്ത് ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ്. ഇപ്പോൾ യൂണിയൻ ബഡ്ജറ്റ് പ്രകാരം ഇന്ത്യയിൽ 2.68 ലക്ഷം ഗ്രാമപഞ്ചായത്തുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, വിച്ച് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് 1992 ടു റിവ്യൂ ദ ഫൈനാൻസസ് ഓഫ് ദ അർബൻ ലോക്കൽ ഗവൺമെന്റ് ബോഡീസ്? ഏതാണ്? സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ, സംസ്ഥാന ധനകാര്യ കമ്മീഷൻ അല്ലേ? ബിസൈഡ്സ് റിസോൾവിംഗ് ഡിസ്പ്യൂട്ട്സ്, ബട്ട് വാട്ട് പവർ ഡു ദ ന്യായ പഞ്ചായത്ത്സ് ഹാവ് ഇൻ ഇന്ത്യ? ഫൈനും അതുപോലെ തന്നെ ഒഫൻഡേഴ്സിന്റെ മുകളിൽ ഫൈൻ ഏർപ്പാടാക്കുക എന്നുള്ളതാണ് ന്യായ പഞ്ചായത്തുകളുടെ പ്രധാനമായിട്ടുള്ള രീതി ഇന്ത്യയിലുള്ളത്. ടാക്സ് ഫോർ വില്ലേജ് ഡെവലപ്മെന്റ് അല്ല, മാനേജിങ് വില്ലേജ് അഗ്രികൾച്ചർ അല്ല, ഇഷ്യൂയിങ് ബൈൻഡിങ് കോൺട്രാക്ട്സ് അതൊന്നും ന്യായ പഞ്ചായത്തായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളല്ല. ഇനി പ്രയർ ടു 1992 വാട്ട് വാസ് ദ സ്റ്റാറ്റസ് ഓഫ് ലോക്കൽ ഗവൺമെന്റ്സ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ലോക്കൽ ഗവൺമെന്റ് സ്റ്റാറ്റസ് എന്തായിരുന്നു? സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് ആയിരുന്നു അണ്ടർ സ്റ്റേറ്റ് ലോ. സംസ്ഥാനങ്ങൾ ഓരോ നിയമങ്ങൾ പാസ്സാക്കിയതിന്റെ ഭാഗമായിട്ട് മാത്രം സംസ്ഥാനത്തിൽ നിലവിൽ വന്നിരുന്ന ഒരു സംഭവമായിരുന്നു ഈ പഞ്ചായത്ത് രാജ് എന്ന് പറയുന്നത്. അതല്ലാതെ അതിനൊരു ഭരണഘടനാപരമായിട്ടുള്ള പദവി 92-ന് മുന്നേ ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. ഇനി വിച്ച് ബോഡി പ്രൈമർലി എക്സസൈസ് ദ പവർ ഡെലിഗേറ്റഡ് അണ്ടർ ആർട്ടിക്കിൾ 243W ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇപ്പോൾ 243W എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ് എന്താണ് വരുന്നത്? മുനിസിപ്പൽ കോർപ്പറേഷൻ ആണ് വരുന്നത്. പാർലമെന്റും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറും നിങ്ങൾക്ക് ഒഴിവാക്കാം. പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് നിങ്ങൾക്ക് ഡൗട്ട് വരുന്നത്. പക്ഷേ അത് ഈ പറഞ്ഞ പോലെ 73rd അമെന്റ്മെന്റിന്റെയും 74th അമെന്റ്മെന്റിന്റെയും ആർട്ടിക്കിൾസിന്റെ റേഞ്ച് വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ആ പ്രശ്നം വരുന്നില്ല. 243W വരുന്നത് എവിടെയാണ്? മുനിസിപ്പൽ ഓപ്പറേഷൻസിനകത്താണ് വരുന്നത്. ഓക്കെ, ഇനി ഇതാണ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഭാഗങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ചോദ്യങ്ങൾ ഇതിനകത്ത് വന്നതുകൊണ്ട് ഇത് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് ഈ സ്ലൈഡ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കാണെങ്കിലും റിവിഷന്റെ സമയത്തും ഇനി വരാനിരിക്കുന്ന എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ മേജർ സോഴ്സസ് ഓർ കമ്മിറ്റീസ് എന്താണ് വരുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ ആർട്ടിക്കിൾ 40 എന്താണ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോം ചെയ്യുന്നതിന്റെ ആവശ്യകതയെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഇത് എവിടെയാണ് വരുന്നത്? DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിക്കകത്ത് ആർട്ടിക്കിൾ 40 പഠിക്കാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിർദ്ദേശക തത്വത്തിനകത്ത് പറയുന്നുണ്ട്. എല്ലാ നിർദ്ദേശക തത്വം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 1950 രൂപം കൊണ്ട സമയത്ത് തന്നെ നിലവിലുള്ള സംഭവമാണ് ആർട്ടിക്കിൾ 40. അപ്പോൾ ആർട്ടിക്കിൾ 40-കകത്ത് പറയുന്നുണ്ട് സംസ്ഥാനങ്ങളിൽ എന്ത് രൂപീകരിക്കുന്നതിനെ പറ്റി, പഞ്ചായത്ത് രാജ് രൂപീകരിക്കുന്നതിനെ പറ്റി. എന്തിനാണ്? ജനങ്ങളെ എംപവർ ചെയ്യുന്നതിന് വേണ്ടി, ഗ്രാസ് റൂട്ട് ലെവലിലോട്ട് തന്നെ ഭരണവും അല്ലെങ്കിൽ രാജ്യത്തിന്റെ നിയമവാഴ്ച ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊണ്ടുവരണമെന്ന് പറയുന്നുണ്ട്. ലോക്കൽ ഗവൺമെന്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഇനി ഗിവൺ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ത്രൂ 73rd and 74th അമെന്റ്മെന്റ് ആക്ട്, 73-74 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് അതിന് ഭരണഘടനാപരമായിട്ടുള്ള ഒരു പദവി ലഭിക്കുന്നത് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്. ഇനി 1957 ബൽവന്ത് റായ് കമ്മിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1957 ബൽവന്ത് റായ് കമ്മിറ്റി എന്ത് പറയുന്നു? ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ, ജനാധിപത്യപരമായിട്ടുള്ള വികേന്ദ്രീകരണം, അധികാര വികേന്ദ്രീകരണത്തിന്റെ ഭാഗമായിട്ട് ഒരു 3-tier സിസ്റ്റം വിത്ത് ഡയറക്ട്ലി എലക്ടഡ് മെമ്പേഴ്സ് അറ്റ് ദ വില്ലേജ് ലെവൽ, വില്ലേജ് ഗ്രാമതലത്തില് ജനങ്ങളാൽ നേരിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ത്രിതല എന്ത് കൊണ്ടുവരണം? ഒരു ഡെമോക്രാറ്റിക്കലി ഡീസെൻട്രലൈസ്ഡ്, ജനാധിപത്യപരമായിട്ട് അധികാര വികേന്ദ്രീകരണം കൊണ്ടുവരേണ്ട ആവശ്യകതയെ പറ്റി 1957 ബൽവന്ത് റായ് കമ്മിറ്റി പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ത്രിതല പഞ്ചായത്തുകൾ രൂപപ്പെടുത്തണം. അതിലേക്ക് ആളുകളെ എന്ത് ചെയ്യണം? ജനാധിപത്യപരമായിട്ട് നേരിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിലൂടെ ആളുകളെ അപ്പോയിന്റ് ചെയ്യണം എന്നാണ് ബൽവന്ത് റായ് കമ്മിറ്റി പറഞ്ഞത്. ഇതിന്റെ ഭാഗമായിട്ട് 1957 തന്നെ ഏറ്റവും ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിലവിൽ വന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ. ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത വരുന്ന ഒരു കമ്മിറ്റി എന്ന് പറയുന്നത് അശോക് മെഹ്ത്ത കമ്മിറ്റിയാണ്. 1977 20 വർഷങ്ങൾക്ക് ശേഷമാണ് വരുന്നത്. അദ്ദേഹം എന്ത് പറഞ്ഞു? 3 ത്രിതല പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ദ്വിതല 2 തലങ്ങളുള്ള പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് വേണ്ടതെന്ന് പറയുന്നത്. ജില്ലാ പഞ്ചായത്ത് അറ്റ് ദ ഡിസ്ട്രിക്ട് ലെവൽ ആൻഡ് മണ്ഡൽ പഞ്ചായത്ത് ബിലോ ഇറ്റ്. ഈ കമ്മിറ്റി ഓൾസോ റെക്കമെൻഡഡ് ഫോർ ന്യായ പഞ്ചായത്ത്, ന്യായ പഞ്ചായത്തുകളെ കൂടെ റെക്കമെൻഡ് ചെയ്തിരുന്നു. ഈ ന്യായ പഞ്ചായത്ത് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ് ആണ്. ഒരു ജില്ല, അപ്പൊ നമുക്കറിയാവുന്നതാണ് ഇന്ത്യ എന്ന് പറയുന്നത് അത്രയും കണ്ടും റൂറൽ പോപ്പുലേഷൻ ഉള്ള ഒരു സ്റ്റേറ്റ്, ഒരു രാജ്യം കൂടെയാണ്. അപ്പൊ അതിനകത്ത് റൂറൽ ഏരിയയിൽ കിടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ജില്ലയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്, ഒരു ജില്ല, ഒരു ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് തന്നെ എന്തല്ല, ആക്സസബിൾ അല്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ കേസുകൾ തീർപ്പ് കൽപ്പിക്കുന്നതിന് വേണ്ടി ന്യായ പഞ്ചായത്ത്
പോലെയുള്ള സംവിധാനങ്ങൾ ഏർപ്പാടാക്കേണ്ട ആവശ്യകതയുണ്ട്. ഇപ്പം നമുക്ക് ആലോചിക്കാം, നമ്മുടെ നാട്ടിലൊരു സ്വത്ത് തർക്കം വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ കേരളം പോലെ ഇത്രയും ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമായതുകൊണ്ട് നമുക്ക് എവിടെ പോവാം, ജില്ലാ കോടതിയിലോ സെഷൻ കോടതിയിലൊക്കെ നമ്മൾ ചെന്ന് കേസുകൾ തീർപ്പ് കൽപ്പിക്കുന്നുണ്ട്. പക്ഷെ അതുപോലും സാധ്യമാവാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി ന്യായ പഞ്ചായത്ത് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവരണമെന്ന് പറഞ്ഞ അശോക് മേത്ത കമ്മിറ്റിയാണ്. GVK Rao Committee 1985 the committee recommended reducing the developmental role of the district collector and giving a major role to Panchayati Raj institution. അപ്പോൾ ജില്ലാ കളക്ടർ എന്ന് പറയുന്നത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പദവിയിലുള്ള ഒരാളല്ല. അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കൂടുതൽ അധികാരങ്ങൾ കൊടുക്കണമെന്നും ജില്ലാ കളക്ടറുടെ അധികാര പരിധിയെ ചുരുക്കണമെന്നും GVK Rao Committee 1985 എന്ത് ചെയ്തു പറഞ്ഞു. എ പോസ്റ്റ് ഓഫ് ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് കമ്മീഷണർ ഷുഡ് ബി ക്രിയേറ്റഡ് എന്നും പറഞ്ഞു. Sinvi Committee 1986 എന്ത് പറയുന്നു, appointed to recommend on the revitalization of PRI for democracy and development. It suggested the constitutional status must be given to PRI. 73rd and 74th Constitutional Amendment Act was passed by the Parliament in 1992 and got assented on 20th April 1993. 93 അതിന് അസെൻഷൻ കിട്ടുകയും ചെയ്തു. ഈ രീതിയിലാണ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഇന്ത്യയിലുള്ള ഒരു വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യാനന്തര വളർച്ചയാണ് ഞാൻ പറയുന്നത്. സ്വാതന്ത്ര്യത്തിന് മുന്നേ നമുക്കറിയാവുന്നതാണ് ലോർഡ് റിപ്പണിനെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. 1882 റിപ്പൺ കോൺഗ്രസിന്റെ രൂപീകരണത്തിന് മുന്നേ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടും ആ രീതിയിലുള്ള ഭരണ സംവിധാനങ്ങൾ നടപ്പിലാക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടും റിപ്പണ് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ടായിരുന്നു. അദ്ദേഹം അതിന് വേണ്ടിയിട്ടുള്ള പരിഷ്കാരങ്ങൾ കൊണ്ടുവരികയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്ന് പറയുന്നത്. ഞാൻ അതിനുശേഷവും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കപ്പെട്ടതിന് ശേഷമുള്ള ചരിത്രമാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി 73ാമത്തെ ഭരണഘടനാ ഭേദഗതിയുടെ ഒരു ഓവർവ്യൂ എന്തൊക്കെയാണ് ആ ഭരണഘടനയ്ക്കകത്ത് അല്ലെങ്കിൽ ആ ഭേദഗതിക്കകത്ത് പറഞ്ഞിട്ടുള്ളത് നമുക്ക് നോക്കാം. ഒന്ന്, കമ്പൽസറി പ്രൊവിഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ വോളണ്ടറി പ്രൊവിഷൻസ് ഉണ്ട്. രണ്ട് രീതിയിൽ, അതായത് ഒരു ഭേദഗതി കൊണ്ടുവരികയാണ്, ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരികയാണ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നമ്മുടെ ഈ പറയുന്ന ത്രിതല പഞ്ചായത്തുകൾ രൂപീകരിക്കുന്നതിന്റെ ആവശ്യകതയെ പറ്റി അല്ലെങ്കിൽ അതിനെ വെച്ചുകൊണ്ട് ഒരു ഭരണഘടനാ ഭേദഗതി, നിലവിൽ അങ്ങനെ ഒരു വകുപ്പ് ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത് ഉണ്ടായിരുന്നില്ല, അത് ആഡ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ആ നിയമം കൊണ്ടുവന്നപ്പോൾ അല്ലെങ്കിൽ ആ ഭേദഗതി കൊണ്ടുവന്നപ്പോൾ അതിനകത്ത് രണ്ട് തരത്തിലുള്ള പ്രൊവിഷൻസ് കൊണ്ടുവന്നു. ഒന്ന് വോളണ്ടറി ആണ്. വോളണ്ടറി എന്ന് പറഞ്ഞാൽ സംസ്ഥാനങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം എന്നുള്ള സംഭവം. രണ്ട്, കമ്പൽസറി ആണ്. നിർബന്ധമായിട്ടും സംസ്ഥാനങ്ങൾ ഈ ചട്ടങ്ങൾ പാലിക്കണം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നത്. അതിൽ കമ്പൽസറി പ്രൊവിഷൻ എന്താണ്? ഗ്രാമസഭകൾ രൂപീകരിച്ചേ പറ്റൂ. അതുകൊണ്ട് ഗ്രാമസഭകൾ എല്ലാ സംസ്ഥാനങ്ങളിലും കൃത്യമായിട്ട് നടപ്പിലാക്കണം എന്ന് അല്ലെങ്കിൽ രൂപീകരിക്കണം എന്ന് പറഞ്ഞത് ഈ 73ാം ഭേദഗതിയിലൂടെയാണ്. ത്രിതല പഞ്ചായത്തുകളുടെ രൂപീകരണം, അതിലേക്ക് നേരിട്ടുള്ള തെരഞ്ഞെടുപ്പുകളാണ് വേണ്ടത്. നാമനിർദ്ദേശം ചെയ്തിട്ടുള്ള പരിപാടിയോ ഉടായ്പ പരിപാടിയൊന്നുമില്ല. അത് ഈ പറഞ്ഞ പോലെ കാസ്റ്റ് സിസ്റ്റം തുടങ്ങിയ സംഭവങ്ങളെല്ലാം തന്നെ നമുക്കറിയാം റൂറൽ ഏരിയയിൽ വളരെ സ്ട്രോങ് ആണ്. അപ്പൊ അതിനെ തച്ചുടയ്ക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഡയറക്റ്റ് ജനങ്ങളുടെ അതായത് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്കെല്ലാം വോട്ട് ചെയ്യാൻ പാകത്തിന് നേരിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടത്തണം. മിനിമം ഏജ് കണ്ടസ്റ്റിംഗ് മത്സരിക്കാൻ വേണ്ടിയുള്ള മിനിമം ഏജ് 21 വയസ്സാക്കി മാറ്റി. എന്നാൽ ചെയർമാൻ അഥവാ പഞ്ചായത്ത് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത് ഇൻഡയറക്റ്റ് ഇലക്ഷനിലൂടെയാണ്. ഇനി പട്ടികജാതി പട്ടികവർഗക്കാരുടെ പോപ്പുലേഷന് ആനുപാതികമായിട്ടുള്ള റിസർവേഷൻ കൊടുത്തു. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് റിസർവേഷൻ കൊടുത്തു. സംവരണ സീറ്റുകളിൽ അല്ലെങ്കിൽ സ്ത്രീകൾക്കുള്ള സംവരണം വേറെ തന്നെയാണ്. അതായത് SC ST-കാർക്ക് പഞ്ചായത്ത് തലത്തിൽ തെരഞ്ഞെടുപ്പുകൾക്ക് എന്തുണ്ട്? സംവരണ വാർഡുകളുണ്ട്. ഇപ്പൊ നമുക്ക് ഒരു പഞ്ചായത്തിൽ 16 വാർഡ് ഉണ്ടെന്ന് വിചാരിക്കാം. ആ 16 വാർഡിൽ അവരുടെ ജനസംഖ്യയെ ആസ്പദമാക്കിക്കൊണ്ട് ഒരു 3 വാർഡുകൾ SC ST-കാർക്ക് കൊടുത്തു എന്ന് വിചാരിക്കുക. SC ST കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് സംവരണ വാർഡ്. ഈ 3 വാർഡുകളിൽ SC ST കാൻഡിഡേറ്റ്സ് മാത്രമാണ് മത്സരിക്കുന്നതെന്ന് വിചാരിക്കുക. ഈ 3 വാർഡുകളുടെ 1/3 എത്രയാണ് വരിക? ആ ഒരു സീറ്റ് SC ST കമ്മ്യൂണിറ്റിയിലുള്ള സ്ത്രീകൾ മത്സരിക്കണമെന്നും ചട്ടം വെച്ചു. റിസർവേഷൻ ഫോർ ദ വുമൺ. അതല്ലാതെയുള്ള റിസർവേഷൻ ഉണ്ട്, റിസർവേഷൻ അകത്തും റിസർവേഷൻ ഉണ്ട് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഇനി ഇത്തരത്തിലുള്ള 73ാം ഭരണഘടനാ ഭേദഗതിയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും സംസ്ഥാന ധനകാര്യ കമ്മീഷനെയൊക്കെ രൂപീകരിക്കുന്നതിന് നേതൃത്വം കൊടുത്തത്. വോളണ്ടറി പ്രൊവിഷൻസ് എന്താണ്? വോട്ടിംഗ് റൈറ്റ്സ് ടു MPs ആൻഡ് MLAs ഇൻ ദീസ് ബോഡീസ് വോളണ്ടറി റൈറ്റ് ആണ്. റിസർവേഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്, പിന്നാക്ക സമുദായത്തിനുള്ള സംവരണത്തെ പറ്റിയിട്ട് 73ാം ഭേദഗതിക്കകത്ത് കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പഞ്ചായത്ത് രാജുകൾക്ക് ഫിനാൻഷ്യൽ പവേഴ്സ് കൊടുക്കണോ വേണ്ടിയോ എന്നുള്ളതും എന്താണ്? വോളണ്ടറി പ്രൊവിഷൻ ആണ്. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ കുരുക്കായി മാറിയത്. ഇപ്പൊ ത്രിതല പഞ്ചായത്ത് നമ്മൾ കൊണ്ടുവന്നു, അതിന് വേണ്ട ബാക്കി എല്ലാ സംവിധാനങ്ങളും സംവരണവും കാര്യങ്ങളൊക്കെ കൊടുത്ത് തെരഞ്ഞെടുപ്പ് നടത്താനൊക്കെ തീരുമാനിച്ചു. പക്ഷെ ഗ്രാസ് റൂട്ട് ലെവലിൽ വികസനം വേണമെന്നുണ്ടെങ്കിൽ ഈ പഞ്ചായത്തിന് എന്ത് വേണം? ഒരു ഫണ്ട് വേണം. പക്ഷെ ഫണ്ട് കൊടുക്കണോ വേണ്ടിയോ എന്നുള്ളത് എന്താണ്? അതൊരു വോളണ്ടറി പ്രൊവിഷൻ ആണ്. നിർബന്ധമില്ല. സംസ്ഥാനങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം എന്ത് കൊടുത്താൽ മതി? ഫണ്ട് കൊടുത്താൽ മതി.
ഫണ്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ, പക്ഷെ എല്ലാ സംസ്ഥാനങ്ങളിലും അങ്ങനെ സംഭവിക്കണം നിർബന്ധമില്ല. അതുപോലെ തന്നെ 11ാമത്തെ പട്ടിക പ്രകാരമുള്ള ഫംഗ്ഷൻസിന്റെ ഡെവല്യൂഷൻ അതും എന്താണ്, ഈ പറഞ്ഞ പോലെ ഒരു വോളണ്ടറി പ്രൊവിഷൻ ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി 73ാമത്തെ ഭരണഘടനാ ഭേദഗതി പറഞ്ഞിട്ടുള്ള മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് 92ലാണ് നിലവിൽ വന്ന ഭാഗം 9 എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയ ഭാഗം ആഡ് ചെയ്തു. പഞ്ചായത്തുകൾക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ്, ഭരണഘടനാപരമായിട്ടുള്ള പദവി അത് ഉറപ്പുവരുത്തി. 11th ഷെഡ്യൂൾ 11ാമത്തെ പട്ടിക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കറിയാം ടിയേഴ്സ് ഓഫ് ഓൾഡ് PM എന്നാണ് നമ്മൾ കോഡ് പഠിച്ചത്. അല്ലെ, P ഫോർ പഞ്ചായത്തി രാജ്. ആ പഞ്ചായത്തി രാജിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടൊരു പട്ടിക ഭരണഘടനയ്ക്കകത്ത് കൂട്ടിച്ചേർത്തു. അതിനകത്ത് 29 ഐറ്റംസ് ആഡ് ചെയ്തു. ത്രിതല പഞ്ചായത്താണ് രൂപീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഫോർ ഓൾ ദ സ്റ്റേറ്റ്സ് ഹാവിംഗ് പോപ്പുലേഷൻ ഓഫ് ഓവർ 20 lakhs, 20 ലക്ഷത്തിൽ കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങളിൽ 3 ത്രിതല പഞ്ചായത്ത് വേണം. The Panchayat have been established in each state through acts of their respective state. കേരള പഞ്ചായത്ത് രാജ് ആക്ട് 94 നമ്മുടെ നാട്ടിലുള്ളത്. അതുപോലെ തന്നെ ഓരോ സംസ്ഥാനങ്ങൾക്കും വ്യത്യസ്ത നിയമങ്ങളിലൂടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ വോളണ്ടറി പ്രൊവിഷൻസിന്റെയും കമ്പൽസറി പ്രൊവിഷൻസിന്റെയും അടിസ്ഥാനമാക്കിക്കൊണ്ട് ഓരോ സംസ്ഥാനത്തിലും പഞ്ചായത്ത് രാജുകൾക്ക് സെപ്പറേറ്റ് റൂൾസ് ആണ്. അത് സംസ്ഥാന സർക്കാരുകളാണ് എന്ത് ചെയ്യുന്നത്, രൂപം കൊടുക്കുന്നത്. പഞ്ചായത്ത് രാജ് ഇലക്ഷൻസ് 5 വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത്. ഓക്കെ, അതിൽ നോ പേഴ്സൺ ഷാൽ ബി ഡിസ്ക്വാളിഫൈഡ് ഓൺ ദ ഗ്രൗണ്ട് ദാറ്റ് ഹി ഈസ് ലെസ് ദാൻ 25 years of age if he has attained the age of 21 years. 21 വയസ്സുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, പഞ്ചായത്ത് രാജ് തെരഞ്ഞെടുപ്പിനകത്ത് മത്സരിക്കാനായിട്ട് പറ്റും. ഇനി റിസർവേഷൻ ഓഫ് സീറ്റ്സ് ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആൻഡ് വുമൺ നോട്ട് ലെസ് ദാൻ 1/3 ഓഫ് ദ സീറ്റ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അതിൽ തന്നെ the seats are to be reserved for SC and STs in proportion to their population at each level. Out of the reserved seats, 1/3 have to be reserved for the women of the SC and ST. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. Out of the total number of the seats to be filled by direct election, 1/3 have to be reserved for women. ഓക്കെ, ഇപ്പോൾ 16 വാർഡുകളുണ്ട്, അല്ലെങ്കിൽ 15, ഞാൻ കാൽക്കുലേഷൻ എളുപ്പത്തിന് ഇങ്ങനെ പറയാം, 15 വാർഡുകളുള്ള പഞ്ചായത്താണെങ്കിൽ 3 സീറ്റുകൾ സ്ത്രീകൾക്ക്. ഓക്കെ, 5 സീറ്റ്, 5 സീറ്റുകൾ സ്ത്രീകൾക്ക്. ഇനി 1/3 എന്താണ്, റിസർവ്ഡ്. അതിൽ തന്നെ എന്ത് ചെയ്യണം, പട്ടികജാതി പട്ടികവർഗക്കാരുടെ ഈ പറഞ്ഞ പോലെ അനുപാതം മനസ്സിലാക്കിക്കൊണ്ട് അതിന് അടിസ്ഥാനമാക്കിക്കൊണ്ട് ഇപ്പൊ 2 സീറ്റുകൾ അത്രയുള്ള ജനസംഖ്യ ഉള്ളതെങ്കിൽ 2 സീറ്റ് ആർക്ക് കൊടുക്കും, SC ST കാർക്ക് കൊടുക്കും. ആ SC ST കാർക്ക് കൊടുക്കുന്ന 2 സീറ്റിന്റെ 1/3 അല്ലെങ്കിൽ ഈ 2ന്റെ 1 ഒരു സീറ്റെങ്കിലും ആർക്ക് കൊടുക്കും, ഒരു സ്ത്രീക്ക് കൊടുക്കണം. പരമാവധി ഇവർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഒന്നിച്ചാക്കാൻ നോക്കും, ക്ലാഷ് വരാതിരിക്കുന്നതിന് വേണ്ടി. അപ്പോൾ എന്തെങ്കിലും ഒരു നിയമം കൊണ്ടുവന്നാൽ ആ നിയമത്തിനെ മറികടക്കാനുള്ള വഴികൾ നമ്മുടെ നാട്ടുകാർ മാക്സിമം ഉപയോഗിക്കും. ഇനി അപ്പോയിന്റ്മെന്റ് ഓഫ് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ ടു മേക്ക് റെക്കമെൻഡേഷൻസ് ആസ് റിഗാർഡ്സ് ദ ഫിനാൻഷ്യൽ പവേഴ്സ് ഓഫ് ദ പഞ്ചായത്ത്. പഞ്ചായത്തിന്റെ ഫിനാൻഷ്യൽ പവേഴ്സിന് ഇതാക്കുന്നതിന് വേണ്ടി, റെക്കമെൻഡേഷൻ വെക്കുന്നതിന് വേണ്ടി സംസ്ഥാന ധനകാര്യ കമ്മീഷൻസിനെ രൂപീകരിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ ഇതും ഒരു വലിയ പ്രശ്നമാണ്. സംസ്ഥാന ധനകാര്യ കമ്മീഷൻസിന്റെ രൂപീകരണം കമ്പൽസറി പ്രൊവിഷനകത്ത് വരുന്ന ഒരു സംഭവമല്ല. ധനകാര്യ കമ്മീഷൻസ് വന്നിട്ടുണ്ടെങ്കിലും ആ കമ്മീഷൻസിന്റെ രൂപീകരണം എന്തല്ല, കമ്പൽസറി പ്രൊവിഷൻ അല്ല. അതുകൊണ്ട് തന്നെ 92 മുതൽ ഇപ്പൊ നമ്മൾ 2025 എത്തി നിൽക്കുമ്പോൾ ഏകദേശം 30 വർഷത്തോളം പിന്നിട്ടു. 6 കമ്മീഷൻസിനെങ്കിലും രൂപീകരിക്കേണ്ട സമയമായി. 5 കൊല്ലം കൂടുമ്പോൾ കമ്മീഷൻസ് രൂപീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ 6 കമ്മീഷൻസ് എങ്കിലും രൂപീകരിക്കേണ്ട സമയം കഴിഞ്ഞു. 6 കമ്മീഷൻസ് എങ്കിലും രൂപീകരിച്ചിട്ടുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം വിരലിൽ എണ്ണാവുന്നതാണ്. ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും 1-2 ധനകാര്യ കമ്മീഷൻസിന് ശേഷം പിന്നെ എന്ത് ചെയ്തിട്ടില്ല, മുന്നോട്ട് പോയിട്ടില്ല. അത് ഇതിന് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു കമ്പൽഷൻ കൊടുക്കാത്തതിന്റെ ഒരു പ്രശ്നം കൂടെ ഉണ്ട് എന്നുള്ളതും നമുക്കൊരു നെഗറ്റീവായിട്ട് ഇവിടെ സൂചിപ്പിക്കാവുന്നതാണ്. ഇനി എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ഈ പറഞ്ഞ പോലെ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രകാരം 73ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണോ വർക്ക് ചെയ്യുന്നത്? അല്ല, മാറ്റമുണ്ട്. പെസ ആക്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആക്ട് നിങ്ങൾ ഓർത്തിരിക്കണം, 96ലെ നിയമമാണ്. ഈ നിയമത്തിനെ പറ്റി ചോദിക്കാൻ സാധ്യതയുണ്ട്. പെസ ആക്ട്, പഞ്ചായത്ത് രാജ് എക്സ്റ്റൻഷൻ ടു ഷെഡ്യൂൾഡ് ഏരിയ ആക്ട്. അതായത് ഷെഡ്യൂൾഡ് ഏരിയാസ് എന്ന് പറയുന്ന നമ്മുടെ പട്ടിക 5ാമത്തെ പട്ടികയും 6ാമത്തെ പട്ടികയ്ക്കകത്തും കൊടുത്തിട്ടുള്ള സംസ്ഥാനങ്ങളുണ്ടല്ലോ, ആ സംസ്ഥാനങ്ങളിലേക്ക് പഞ്ചായത്ത് രാജ് എങ്ങനെയാണ് കൊണ്ടുവരുന്നത് എന്നുള്ളത്. The provisions of the 73rd Amendment were not made applicable to the areas inhabited by Adivasi populations in the many states of India. The Act extends Part 9 of the Constitution with certain modifications and exceptions to the 5th scheduled areas notified under Article 244(1) of the Constitution. At present, 5th scheduled area exists in 10 states.
ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, ഹിമാചൽ, ജാർഖണ്ഡ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഒഡീഷ, രാജസ്ഥാൻ ആൻഡ് തെലങ്കാന. ഈ സ്ഥലങ്ങളിലേക്ക് പെസ ആക്ട് ആണ് നിലവിലുള്ളത്. ഈ സ്ഥലങ്ങളിലെ ആദിവാസി സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ആദിവാസി പോപ്പുലേഷൻസ് തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ പെസ ആക്ട് ആണുള്ളത്. പഞ്ചായത്തി രാജിന്റെ 73-ാം ഭരണഘടനാ ഭേദഗതി അല്ല ആ നാടുകളിൽ വർക്ക് ചെയ്യുന്നത്. ഈ സംസ്ഥാനങ്ങളിൽ എമ്പാടും അല്ല പറയുന്നത്, ആ പർട്ടിക്കുലർ ഏരിയയിൽ 5th ഷെഡ്യൂൾ ഏരിയാസ് മാർക്ക് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. എന്താണ് ഈ പെസ ആക്ടിന്റെ വ്യത്യാസം? അതിന്റെ പവേഴ്സ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ടു മാൻഡേറ്ററി കൺസൾട്ടേഷൻസ് ഇൻ ലാൻഡ് അക്വിസിഷൻ, റീസെറ്റിൽമെന്റ് ആൻഡ് റീഹാബിലിറ്റേഷൻ ഓഫ് ഡിസ്പ്ലേസ്ഡ് പേഴ്സൺസ്. ആദിവാസി ഊരുകളിൽ നിന്നും ജനങ്ങളെ മാറ്റുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം? മാൻഡേറ്ററി കൺസൾട്ടേഷൻ അവരുടെ അടുത്ത് ചോദിക്കണം. എന്തിന്? അവരുടെ ഭൂമി കൈകാര്യം ചെയ്യുന്നതിന്, ഭൂമി അക്വിസിഷന്റെ സമയത്ത്, റീസെറ്റിൽ ചെയ്യുന്ന സമയത്ത്, അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാം തന്നെ ഇവരുടെ അടുത്ത് ചോദിക്കേണ്ട ആവശ്യമുണ്ട്. ഇനി പഞ്ചായത്ത് at an appropriate level is entrusted with the planning and management of minor water bodies. ആ ഭാഗത്തുള്ള മൈനർ വാട്ടർ ബോഡീസിനെ ഉപയോഗിക്കുന്ന സമയത്ത്, അപ്രോപ്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ടുള്ള പ്ലാനിങ്ങും മാനേജ്മെന്റും വേണം. അത് പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തമാണ്. മാൻഡേറ്ററി റെക്കമെൻഡേഷൻസ് ബൈ ഗ്രാമസഭ ഓർ പഞ്ചായത്ത് at appropriate level for prospective license lease for mines and concession of the exploitations of minor minerals. അപ്പോൾ മൈനർ മിനറൽ പോലെയുള്ള സംഭവങ്ങളെല്ലാം ഇപ്പം ഈ ഒരു ആദിവാസി ഊരുകളിൽ വന്ന് ഖനനം ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ ഗ്രാമസഭയുടെയും പഞ്ചായത്ത് രാജിന്റെയും അനുവാദം കൂടിയേ പറ്റൂ. ഇതൊന്നും നമ്മുടെ പഞ്ചായത്ത് രാജ് ആക്ട് 73-ാം ഭരണഘടനാ ഭേദഗതിക്കകത്തില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലൊന്നും ക്വാറികൾ അങ്ങനെ വർക്ക് ചെയ്യില്ല. ചില ലൈസൻസുകളൊക്കെ വേണം, പക്ഷെ അതിന് ഗ്രാമസഭയുടെ അനുവാദമൊന്നും വേണ്ട, അല്ലെ? ഇനി റെഗുലേറ്റ് സെയിൽ കൺസംഷൻ ഓഫ് ഇൻടോക്സിക്കൻസ്. ഈ പറഞ്ഞ പോലെ ഇൻടോക്സിക്കൻസ് എന്തെങ്കിലും സെല് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഇവരുടെ അംഗീകാരം വേണം. ഓണർഷിപ്പ് ഓഫ് മൈനോറിറ്റി ഫോറസ്റ്റ് പ്രൊഡ്യൂസ്, MFP എന്ന് പറയുന്ന കാറ്റഗറി, അതും ആരുടെ പ്രത്യേക അനുവാദമാണ്? ഗ്രാമസഭയുടെ കേസാണ്. ലാൻഡ് ഏലിനേഷൻ ആൻഡ് റീസ്റ്റോർ ഏലിനേറ്റഡ് ലാൻഡ്, വില്ലേജ് മാർക്കറ്റുകൾ മാനേജ് ചെയ്യുന്ന കേസ്. അതുപോലെ തന്നെ പട്ടികവർഗ പട്ടികജാതിക്കാർക്കൊക്കെ പൈസ മണി ലെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ഗ്രാമസഭയുടെയും പഞ്ചായത്തിന്റെയും പ്രത്യേക അനുവാദങ്ങൾ വേണം. അതായത് മണി ലെൻഡേഴ്സിന്റെ കയ്യിൽ ഇവരെ അകപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഈ രീതിയിൽ ട്രൈബൽ ഏരിയാസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു നിയമമാണ് പെസ ആക്ട് 1996. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിയമമാണ്. ഓക്കെ, ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ ആർട്ടിക്കിൾസ് കൃത്യമായിട്ട് ഒന്ന് പഠിച്ചു പോകാനായിട്ട് നോക്കുക. ആർട്ടിക്കിൾ 243 ഡെഫിനിഷൻസ് ആണ്. 243A ഗ്രാമസഭയെ പറ്റി പറയുന്നു, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. 243B പഞ്ചായത്തുകളുടെ രൂപീകരണത്തെ പറ്റി പറയുന്നു, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. 243C കോമ്പോസിഷൻ ഓഫ് പഞ്ചായത്ത് ത്രിതല പഞ്ചായത്ത് ആയിരിക്കണം. 20 ലക്ഷത്തിൽ കൂടുതൽ പോപ്പുലേഷനുള്ള ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം ത്രിതല പഞ്ചായത്ത് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. സംവരണത്തെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ പഠിച്ചു വെക്കണം. 243D. 243E പഞ്ചായത്തിന്റെ കാലാവധിയെ പറ്റി പറയുന്നു. 243F ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് മെമ്പർഷിപ്പ്. 243G മറ്റ് അതോറിറ്റീസും പവേഴ്സും വരുന്നു. 243H പവർ ടു ഇമ്പോസ് ടാക്സസ് ബൈ ആൻഡ് ഫണ്ട്സ് ഓഫ് ദ പഞ്ചായത്ത്. പഞ്ചായത്തിന് ടാക്സ്, പഞ്ചായത്തിൽ കൊണ്ട് കരമടയ്ക്കാൻ നിങ്ങൾ കേട്ട് കാണും, വീട്ടുകാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ പഞ്ചായത്തിന് ടാക്സ് ഇമ്പോസ് ചെയ്യാനുള്ള അധികാരം ഉണ്ട്, അത് പറയുന്നതാണ് 243H. 243I വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫിനാൻസ് കമ്മീഷൻ, ധനകാര്യ കമ്മീഷനെ പറ്റിയിട്ട് പറയുന്നതാണ് 243I. 243K വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഞ്ചായത്തുകളുടെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് 243K എന്ന് പറയുന്നത്. അപ്പൊ 73-ാം ഭരണഘടനാ ഭേദഗതി 92-ൽ നിലവിൽ വരുന്നു. ഭാഗം 9 ആണ്. 243 മുതൽ 243O വരെയാണ് ഈ ആർട്ടിക്കിൾ അടങ്ങിയിരിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ റേഞ്ച് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ ആ ചോദ്യം കിട്ടുമായിരുന്നു. 243W ആണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെ? ഓയിൽ എന്ത് അവസാനിച്ചു? പഞ്ചായത്ത് അവസാനിച്ചു. P തൊട്ടാണ് 243P തൊട്ടാണ് എന്ത് തുടങ്ങുന്നത്? അർബൻ ലോക്കൽ ബോഡീസ് അല്ലെങ്കിൽ നമ്മുടെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തുടങ്ങിയവയുടെ ആർട്ടിക്കിൾസ് തുടങ്ങുന്നത്. അപ്പോൾ 243W എന്ന് പറയുമ്പോൾ എന്താണ് വരുന്നത്? മുനിസിപ്പൽ കോർപ്പറേഷൻ ആണ് വരുന്നത്. ബാക്കി ഒന്നും ആ ഓപ്ഷനകത്ത് വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആ രീതിയിൽ റേഞ്ച് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കുറേ ചോദ്യങ്ങൾ ആൻസർ ചെയ്ത് പോകാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ ഞാൻ ഈ ചുവന്ന മഷിയിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ആർട്ടിക്കിൾസ് നിർബന്ധമായിട്ടും പഠിക്കേണ്ടതാണ്. ഇതിനകത്ത് നിന്ന് ചോദ്യങ്ങൾ വരും. 243D ചോദിച്ചിട്ടുണ്ട്, A ചോദിച്ചിട്ടുണ്ട്, Iയും Kയും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ബാക്കിയുള്ളതൊന്നും ചോദിക്കാൻ സാധ്യതയുള്ള ആർട്ടിക്കിൾസ് ആണ്. അപ്പോൾ അതും കൂടെ പഠിച്ചിട്ട് വരാനായിട്ട് നോക്കുക. ഇനി അർബൻ ലോക്കൽ ബോഡി 74-ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ വന്നിട്ടുള്ളതാണ്. അർബൻ ലോക്കൽ ബോഡി നമ്മളിപ്പോൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ത്രിതല പഞ്ചായത്തുകളാണ്, അല്ലെ? ഗ്രാമപഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്. നമ്മൾ വോട്ട് ചെയ്യുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 3 വോട്ടാണ് ഇടുന്നത്, അല്ലെ? ആദ്യം പഞ്ചായത്തിലേക്ക് നമ്മുടെ വാർഡിൽ മത്സരിക്കുന്ന ആളുകളുടെ അത് ചിഹ്നം നോക്കി നമ്മൾ കുത്തുന്നു. 2 ബ്ലോക്കിലേക്ക് നമ്മൾ പാർട്ടി ചിഹ്നം നോക്കി കുത്തുന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന ജില്ലയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ പോലെ നമ്മൾ ഏതൊക്കെ ആണ് ആളുകൾ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വോട്ട് ചെയ്യുന്നു. ഇതിൽ
ഈ പറഞ്ഞ 3 തലത്തിലേക്ക് നമ്മൾ ആൾക്കാരെ വോട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അവിടുത്തെ പ്രസിഡന്റിനെ, ഇപ്പൊ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ നമ്മളല്ല തിരഞ്ഞെടുക്കുന്നത്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ നമ്മളല്ല തിരഞ്ഞെടുക്കുന്നത്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെ നമ്മളല്ല തിരഞ്ഞെടുക്കുന്നത്. അത് എന്ത് ചെയ്യുന്നത്? അത് എലക്ട് ചെയ്യപ്പെട്ട മെമ്പേഴ്സ് പിന്നീട് സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതെല്ലാം പഞ്ചായത്ത് തലത്തിലുള്ള കാര്യങ്ങളാണ്, ഗ്രാമസഭ തൊട്ടുള്ളതെല്ലാം തന്നെ. എന്നാൽ അർബൻ ലോക്കൽ ബോഡീസ് ഉണ്ട്, നമുക്കറിയാവുന്ന പോലെ കോർപ്പറേഷൻസ്, മുനിസിപ്പാലിറ്റീസ്, ഇതെല്ലാം എന്താണ്? അർബൻ ലോക്കൽ ബോഡീസ് ആണ്. അല്ലെ, മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പ്, നമ്മൾ കൗൺസിലർമാരെ തെരഞ്ഞെടുക്കുന്നു, മേയറെ തിരഞ്ഞെടുക്കുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പൊ അതിന്റെ കീഴ്വഴക്കങ്ങൾ എങ്ങനെയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിൾസും സംഭവങ്ങളും എങ്ങനെയാണ്? ഇത് പറഞ്ഞിരിക്കുന്നത് 73-ന് ശേഷം വന്ന 74-ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്. ഇതിന്റെ ഭാഗമായിട്ട് ആഡ് ചെയ്യപ്പെട്ട ആർട്ടിക്കിൾസ് നമുക്കറിയാവുന്നതാണ്. ഇതിന്റെ ഭാഗമായിട്ട് ആഡ് ചെയ്യപ്പെട്ട ഷെഡ്യൂൾ നമുക്കറിയാവുന്നതാണ്. ഏതാണ് ഷെഡ്യൂൾ 12? അല്ലെ, ടിയേഴ്സ് ഓഫ് ഓൾഡ് പിയത്തിലെ പി പഞ്ചായത്തിനെയും എം മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തുടങ്ങിയവയും റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് നമ്മൾ ആ കോഡ് ഇട്ട് പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞു തന്നതാണ്. ഓക്കെ, അപ്പൊ 74-ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ നമ്മൾ അർബൻ ലോക്കൽ ബോഡീസിനെ നോക്കിക്കാണുന്നു. അതിന്റെ ചരിത്രപരമായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇന്ത്യയിൽ അർബൻ ലോക്കൽ ഗവർണൻസിന്റെ ചരിത്രം ആരംഭിക്കുന്നത് തന്നെ മദ്രാസ് മുനിസിപ്പൽ കോർപ്പറേഷൻ രൂപീകരിക്കുന്നതിലൂടെയാണ് 1687. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. 1687, അതായത് 1757-ലാണ് പ്ലാസി യുദ്ധം നടക്കുന്നത്, 1764-ലാണ് ബക്സർ യുദ്ധം നടക്കുന്നത്. അതിനേക്കാളും ഒക്കെ ഒരു 80 വർഷം മുന്നേ തന്നെ ഇന്ത്യയിൽ മദ്രാസ് മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു കോർപ്പറേഷൻ ഏറ്റവും ആദ്യമായിട്ട് ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നു. ഇനി ലേറ്റർ സിമിലർ കോർപ്പറേഷൻസ് വർ ഫോംഡ് ഇൻ കൽക്കട്ട, ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷൻ ഇൻ 1726. നമുക്കറിയാവുന്നതാണ്, ഏറ്റവും ആദ്യത്തെ ബ്രിട്ടീഷുകാരുടെ 3 പ്രസിഡൻസീസ് ആണ് ഈ കൽക്കട്ട, ബോംബെ, മദ്രാസ് എന്ന് പറയുന്നത്. അപ്പൊ ആ 3 സ്ഥലങ്ങളിൽ തന്നെ ഏറ്റവും ആദ്യം എന്ത് ഫോം ചെയ്തിരുന്നു? ഈ പറയുന്ന സംഭവങ്ങൾ ഫോം ചെയ്തിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ 1882-ലെ റിപ്പൺ പ്രഭു, ദ വൈസ്രോയ് ഓഫ് ഇന്ത്യ, പാസ്ഡ് എ റെസൊല്യൂഷൻ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് which laid the democratic forms of municipal governance in India. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്ന റിപ്പൺ പ്രഭുവാണ് എന്ത് ചെയ്തത്? 1882 ഇത്തരത്തിലൊരു പ്രമേയം പാസ്സാക്കിയത്. ഇനി, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് assured a new era of local governance in India. The Constitution of India allotted the local self government to the state list of functions. സംസ്ഥാന ലിസ്റ്റിനകത്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇരിക്കുന്നത്. 1953 UP government took a decision to set up municipal corporations in the 5 biggest cities of Kanpur, Agra, Varanasi, Allahabad, Lucknow, പോപ്പുലർലി നോൺ ആസ് കവൽ ടൗൺസ്. ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ പോയിന്റ്. ഇതൊക്കെ സ്റ്റാറ്റിക് GK പോർഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കവൽ ടൗൺസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. ഇപ്പോൾ കാൺപൂർ, ആഗ്ര, വാരണാസി, അലഹാബാദ് ആൻഡ് ലക്നൗ, ഈ 5 സിറ്റികളെ കവൽ ടൗൺസ് എന്ന് വിളിക്കുന്നു. ആൻഡ് അത് UP ഗവൺമെന്റ് 1953-ലാണ് ഫോം ചെയ്യുന്നത്. 1985 the central government appointed National Commission on Urbanization, which gave its report in 1988. And it was the 74th Constitutional Amendment Act 1992 that gave the constitutional status to urban local bodies. ഇതാണ് അതിൻ്റെ ഒരു നാൾ വഴികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 74-ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ 12-ാമത്തെ പട്ടിക വരുന്നു. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? ഈ ആർട്ടിക്കിൾസ് ആഡ് ചെയ്യുന്നു, ബോഡീസ് വരുന്നു. ഇനി, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ through the 74th Constitutional Amendment Act introduced Part 9A, the municipalities എന്ന് പറഞ്ഞൊരു ഭാഗം ആഡ് ചെയ്യപ്പെടുന്നു. ആർട്ടിക്കിൾസ് 243P to 243ZG എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആർട്ടിക്കിൾസ് ആഡ് ചെയ്യപ്പെടുന്നു. This amendment provided constitutional status to municipalities, aiming to revitalize the strength and strengthen the urban local bodies for effective functioning as units of local government. Okay. ഇനി എന്തൊക്കെയാണ് ഈ പറയുന്ന 74-ാം ഭരണഘടനാ ഭേദഗതിയിലെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം. അവിടെയും ഒരു ത്രിതല രീതിയിലുള്ള കൺസെപ്റ്റാണ് അവർ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. 3 ലെവൽസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ നഗർ പഞ്ചായത്ത്, ടൗൺ കൗൺസിൽ ഫോർ ട്രാൻസിഷണൽ ഏരിയാസ്, നഗരപഞ്ചായത്ത് എന്ന അർത്ഥത്തിൽ. മുനിസിപ്പൽ കൗൺസിൽ ഫോർ സ്മോളർ അർബൺ ഏരിയാസ്. മുനിസിപ്പൽ കോർപ്പറേഷൻ ഫോർ ലാർജർ അർബൺ ഏരിയാസ്. നമുക്കറിയാവുന്ന പോലെ കേരളത്തിലെ 6 കോർപ്പറേഷൻസ് ആണ് ഉള്ളത്. ബാക്കിയെല്ലാം തന്നെ എന്തിൽ വരുന്നതാണ്? മുനിസിപ്പാലിറ്റി എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ്. അതൊക്കെയാണ് തിരുവനന്തപുരം, കൊല്ലം ഒരു 2 കോർപ്പറേഷനാണ്, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട്, ഈ പറയുന്ന കോർപ്പറേഷൻസ് ആണ് വരുന്നത്. കോട്ടയമല്ല, കണ്ണൂരാണെന്ന് തോന്നുന്നു, എനിക്ക് 6ാമത്തെ കോർപ്പറേഷൻ തോന്നുന്നു. ആ രീതിയിലാണ് കോർപ്പറേഷൻസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ തെരഞ്ഞെടുപ്പിന്റെ കാലാവധി എന്ന് പറയുന്നത് എത്രയാണ്? 5 വർഷമാണ്. ഇവിടെയും തെരഞ്ഞെടുപ്പ് 5 വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത്. ആൻഡ് ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഫോർ ദ കണ്ടക്ട് സൂപ്പറിൻറ്റൻഡൻസ് ആൻഡ് കൺട്രോൾ ഓഫ് മുനിസിപ്പൽ ഇലക്ഷൻസ്. നമുക്കറിയാം 243K ആണ് പഞ്ചായത്തി രാജിന്റെ കേസിൽ വന്നിരിക്കുന്നത്. അതേ ആർട്ടിക്കിൾ എവിടെയും കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനെപ്പറ്റി എവിടെയും പറഞ്ഞിട്ടുണ്ട്. 243ZAയിലും പറഞ്ഞിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുകളാണ് പഞ്ചായത്ത് രാജ് അഥവാ ഗ്രാമപഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് തുടങ്ങിയ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ മോണിറ്റർ ചെയ്യുന്നതും
അതേ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ് ഈ പറഞ്ഞ നഗരപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, അതായത് കോർപ്പറേഷൻ തുടങ്ങിയ സംഭവങ്ങൾ മോണിറ്റർ ചെയ്യുന്നതും അല്ലെങ്കിൽ അതിന്റെ തെരഞ്ഞെടുപ്പ് കണ്ടക്ട് ചെയ്യുന്നതും. ധനകാര്യ കമ്മീഷൻ ഫിനാൻസിനെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി 243I 243Y എന്നിങ്ങനെ 2 ആർട്ടിക്കിൾസ് കൃത്യമായിട്ട് പഠിച്ചു പോകണം. ഈ ആർട്ടിക്കിൾസ് ചോദിക്കും. അപ്പോൾ മുനിസിപ്പാലിറ്റിയുടെ ഈ പറഞ്ഞ പോലുള്ള സംഭവങ്ങൾ നോക്കുന്നതിന് വേണ്ടിയിട്ട് ധനകാര്യ കമ്മീഷൻ, അതുപോലെ തന്നെയാണ് പഞ്ചായത്തിന്റെ കാര്യത്തിൽ ധനകാര്യ കമ്മീഷൻ വരുന്നത്. ഇപ്പം ഒരു കോർപ്പറേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ തലപ്പത്ത് ആരുണ്ടായിരിക്കും? മേയർ ഉണ്ടായിരിക്കും. പിന്നെ മുനിസിപ്പൽ കമ്മീഷണർ അല്ലെങ്കിൽ നമ്മുടെ സെക്രട്ടറി എന്നൊക്കെ പറയുന്ന ആളുണ്ടായിരിക്കും. പിന്നെ പലതരം വകുപ്പുകൾ, ഇപ്പം ഒരു കോർപ്പറേഷന്റെ കീഴിൽ പൊതുമരാമത്ത് വകുപ്പ്, ഹെൽത്ത്, അങ്ങനെ പല വകുപ്പുകൾ ഉണ്ടായിരിക്കും. ഈ ഓരോ വകുപ്പുകൾക്കും അതിൻ്റെതായിട്ടുള്ള ഉദ്യോഗസ്ഥരുണ്ടായിരിക്കും. അവരൊക്കെ മുകളിലായിരിക്കും എക്സിക്യൂട്ടീവ് ഹെഡായിട്ട് ആയിരിക്കുന്നുണ്ടാവും, മേയർ ഉണ്ടായിരിക്കും. അപ്പോൾ വ്യക്തമായിട്ടൊരു ഹൈറാർക്കി എവിടെയുണ്ട്? അർബൻ ലോക്കൽ ബോഡീസിലും ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങളൊന്ന് നോക്കി പോവുക. ഇനി ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റി, ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റീസിനെ പറ്റിയിട്ട് പറയുന്ന ആർട്ടിക്കിൾസ് ആണ് 243Z(D) എന്ന് പറയുന്നത്. അതിന്റെ ഒബ്ജക്റ്റീവ്, അതിന്റെ ഉദ്ദേശശുദ്ധി എന്താണ്? ടു കൺസോളിഡേറ്റ് ദ ഡെവലപ്മെന്റ് പ്ലാൻസ് പ്രിപ്പയർഡ് ബൈ പഞ്ചായത്ത് ആൻഡ് മുനിസിപ്പാലിറ്റീസ് following within the district and then prepare a single draft development plan for the district as a whole. അല്ലേ? അപ്പോൾ ഒരു ജില്ല എടുത്തു കഴിഞ്ഞാൽ ജില്ലയിൽ എന്ത് വരുന്നുണ്ട്? കോർപ്പറേഷൻ ഉണ്ടായിരിക്കും, മുനിസിപ്പാലിറ്റീസ് അല്ലെ, ടൗൺ ഏരിയാസ് വരുന്നത് മുനിസിപ്പാലിറ്റി ഉണ്ടായിരിക്കും, നഗരപഞ്ചായത്ത് ഉണ്ടായിരിക്കും, ജില്ലാ പഞ്ചായത്തുകൾ, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് തുടങ്ങിയ ത്രിതല പഞ്ചായത്തുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിനെല്ലാത്തിനും ഇപ്പോൾ ഒരു ഗ്രാമപഞ്ചായത്തിന്റെ പ്ലാൻ, അപ്പം ഒരു ജില്ലാ പഞ്ചായത്തിന് അല്ലെങ്കിൽ ഒരു ജില്ലയ്ക്ക് എമ്പാടുമായിട്ട് ഒരു ഒറ്റ പ്ലാൻ, ഒരു ഡെവലപ്മെന്റ് പ്ലാൻ സെറ്റപ്പ് ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഇനി DPCs ആർ നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ ദ 5th ഷെഡ്യൂൾഡ് ഏരിയ ആൻഡ് ദ 6th ഷെഡ്യൂൾഡ് ഏരിയ. ഞാൻ നേരത്തെ പറഞ്ഞ ആ 10 സംസ്ഥാനങ്ങളിലും അതുപോലെ AMTM അല്ലെ, ആസാം, മിസോറാം, ത്രിപുര, മേഘാലയ തുടങ്ങിയ ആ 4 സംസ്ഥാനങ്ങളിൽ, 6ാമത്തെ ഷെഡ്യൂളിനകത്തുള്ള ആ 4 സംസ്ഥാനങ്ങളിലും 5ാമത്തെ ഷെഡ്യൂളിനകത്തുള്ള ആ 10 സംസ്ഥാനങ്ങളിലും എന്തില്ല? ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റി ഇല്ല. State legislature make provisions regarding the composition and the manner of filling the seats of such committees. A minimum of 4/5 of all the members of the DPC shall be elected by and from among the elected members of the panchayat at the district level and the municipality falls within the district. അപ്പോൾ 4/5 അതെന്ന് വെച്ചാൽ 80% ആളുകളും തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളായിരിക്കണം. സാധാരണ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ടുള്ള പഞ്ചായത്ത് അംഗങ്ങളോ മുനിസിപ്പാലിറ്റി അംഗങ്ങളോ അടങ്ങുന്നതായിരിക്കണം ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഇനി മെട്രോപൊളിറ്റൻ പ്ലാനിംഗ് കമ്മിറ്റിനെ പറ്റി പറയുന്നത് എന്താണ്? 243ZE ആണ്. അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഒരു മെട്രോപൊളിറ്റൻ ഏരിയയ്ക്ക് വേണ്ടിയിട്ട് മൊത്തമായിട്ടുള്ള ഒരു പ്ലാൻ സെറ്റപ്പ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. മെട്രോപൊളിറ്റൻ ഏരിയ എന്ന് പറഞ്ഞാൽ 10 ലക്ഷത്തിൽ കൂടുതൽ ജനസംഖ്യയുള്ള ഒരു സ്ഥലത്തെയാണ് നമ്മൾ മെട്രോപൊളിറ്റൻ ഏരിയ എന്ന് പറയുന്നത്. അതിന്റെ 3/2 അംഗങ്ങളെങ്കിലും എന്ത് ചെയ്യണം? എലക്റ്റഡ് അംഗങ്ങളായിരിക്കണം. ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ നമ്മൾ ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ടുള്ള ആളുകളായിരിക്കണം എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. സംസ്ഥാന നിയമസഭ തന്നെയാണ് അതിന് വേണ്ടിയിട്ടുള്ള ചട്ടങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ പറഞ്ഞ മുനിസിപ്പാലിറ്റി ആൻഡ് കോർപ്പറേഷൻ എന്ന് പറയുന്ന ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഓർത്തിരിക്കണം. ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അർബൻ ലോക്കൽ ബോഡീസ് ഉണ്ട്. അർബൻ ലോക്കൽ ബോഡീസ് പ്രധാനമായിട്ടും 8 ടൈപ്പ് ഓഫ് അർബൻ ലോക്കൽ ബോഡീസ് ആണ് പ്രധാനമായിട്ടും ഇന്ത്യയിലുള്ളത്. നമുക്കത് ഓരോന്നും അതിന്റെ ഫീച്ചേഴ്സ് എന്താണെന്നുള്ളത് ഒന്ന് നോക്കിപ്പോണം. ഇതിനകത്തു നിന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ NTPC ഗ്രാജുവേറ്റ് ലെവലിന് 2025 ജൂണിൽ കണ്ടക്ട് ചെയ്ത പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ഈ കാണുന്ന ഈ 8 ബോഡീസിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്, പലതും ഓപ്ഷൻസിൽ നിന്ന് നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നതാണ്. പക്ഷേ നിങ്ങളിത് പഠിച്ചു പോകുന്നത് നല്ലതാണ്. നെക്സ്റ്റ് എക്സാമിന് ഈ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളത് ആൻസർ ചെയ്യാനായിട്ട് പ്രാപ്തരായിരിക്കണം. ഒന്നാമത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കോർപ്പറേഷൻ, നമ്മൾ സാധാരണ കോർപ്പറേഷൻ എന്ന് പറയുന്ന പോലെ തിരുവനന്തപുരം കോർപ്പറേഷൻ എന്നോ തൃശ്ശൂർ കോർപ്പറേഷൻ എന്നോ എറണാകുളം കോർപ്പറേഷൻ എന്നൊക്കെ പറയുന്ന പോലെ കോർപ്പറേഷൻ. A municipal corporation is a form of urban local government seen in big and urban areas. Has 3 authorities. 3 authorities ആണ് ഉണ്ടായിരിക്കുക. The council, the standing committee and the commissioner or secretary. നമ്മുടെ PSC എക്സാം വഴിയോ അല്ലെങ്കിൽ ആ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളോ അല്ലെങ്കിൽ IASകാരോ ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക? ഈ സെക്രട്ടറി പോസ്റ്റിനകത്ത് ഇരിക്കുന്നുണ്ടാവുക. ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉണ്ടായിരിക്കും, ഒരു കൗൺസിലും ഉണ്ടായിരിക്കും. ഇനി ഈ കൗൺസിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെലിബറേറ്റീവ് ബോഡിയാണ്, ഹെഡഡ് ബൈ മേയർ. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ക്രിയേറ്റഡ് ടു ഫെസിലിറ്റേറ്റ് ദ വർക്ക് ഓഫ് ദ കൗൺസിൽ. കൗൺസിലിന്റെ വർക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. മുനിസിപ്പൽ കമ്മീഷണർ എന്ന് പറയുന്നത് അതിന്റെ ഇംപ്ലിമെന്റേഷന് വേണ്ടിയിട്ട് നമ്മുടെ കാര്യനിർവഹണ സഭയുടെ ഭാഗമായിട്ടുള്ളൊരു പ്രോപ്പർ പ്രാക്ടിക്കൽ എക്സിക്യൂട്ടീവ് ആണ് സെക്രട്ടറി പോസ്റ്റ്. IASകാരാണെന്ന് പറയുന്നു. ഇന്ത്യയിൽ എല്ലാവരുടെയും IASകാരല്ല. അപ്പോൾ കേരളത്തിലൊക്കെ നമുക്ക് സെപ്പറേറ്റ് എക്സാം കണ്ടക്ട് ചെയ്തിട്ട് കയറുന്ന ആളുകളൊക്കെ ഉണ്ട്. LSCD അല്ലേ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറിക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് എക്സാം ഒക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇനി മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ മുനിസിപ്പൽ കൗൺസിലർ എന്ന് പറയുന്നത് എന്താണ്? മുനിസിപ്പൽ കൗൺസിൽ ഫൗണ്ട് എ ഫോം ഓഫ് അർബൻ ലോക്കൽ ഗവൺമെന്റ് ഇൻ സ്മോളർ അർബൻ ഏരിയസ് അല്ലെ, ചെറിയ ഒരു ഏരിയ. ഇപ്പം ഫോർ എക്സാമ്പിൾ തൃശ്ശൂർ ഒരു കോർപ്പറേഷൻ ആണ് എന്നിരിക്കെ തന്നെ തൃശ്ശൂർ കോർപ്പറേഷൻ അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയ്ക്കകത്ത് വരുന്ന ഒരു മുനിസിപ്പാലിറ്റി ആണ് എന്ത്
നമ്മുടെ ചാലക്കുടി എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. അത് ചാലക്കുടി തൃശ്ശൂർ ജില്ലയ്ക്കകത്ത് വരുന്ന സ്ഥലമാണ്. പക്ഷേ ഒരു മുനിസിപ്പാലിറ്റി ഒരു സെപ്പറേറ്റ് ഒരു ടൗൺ ഏരിയ ആണ്. കോർപ്പറേഷൻ്റെ അത്ര വലുപ്പമില്ല, എന്നാൽ എന്തല്ല ഒരു റൂറൽ ഏരിയ അല്ല, അങ്ങനെ വരുന്ന സ്ഥലങ്ങൾ. The structure is the same as that of corporation. Municipal council has lesser financial and administrative authority compared to corporation. കാരണം ഈ പറഞ്ഞ പോലെ ചെറിയ ഏരിയ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഇത് രണ്ടിലും നമ്മുടെ മുന്നിൽ തന്നെ വ്യക്തമായിട്ടുള്ള എക്സാമ്പിൾസ് ഉണ്ട്. ഇനിയുള്ള സംഭവങ്ങൾ ചിലപ്പോൾ നിങ്ങൾ കേട്ട് കാണില്ല, നോക്കാം. നോട്ടിഫൈഡ് ഏരിയ കമ്മിറ്റി. നോട്ടിഫൈഡ് ഏരിയ കമ്മിറ്റി എന്ന് പറയുന്ന സംഭവം ഇത് പലപ്പോഴും 92-ന് ശേഷം ഇതിനെ ആ രീതിയിൽ അങ്ങ് എൻകറേജ് ചെയ്തിട്ടില്ല. ഇത്തരത്തിലുള്ള ഒരു എന്താ പറയുന്നത് നോട്ടിഫൈഡ് ഏരിയ കമ്മിറ്റി ഈ രീതിയിൽ അങ്ങനെ ഇപ്പം ഫോം ചെയ്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. എന്നിരുന്നാലും അതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? ഫോർ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഫാസ്റ്റ് ഡെവലപ്പിംഗ് ടൗൺ എസ്റ്റാബ്ലിഷ്ഡ് ബൈ നോട്ടിഫിക്കേഷൻ ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആൻഡ് എൻറ്റയർലി നോമിനേറ്റഡ്. അപ്പോൾ പെട്ടെന്ന് വളരുന്ന ഒരു സ്ഥലം, പെട്ടെന്ന് വളരാനായിട്ട് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കും. മേ ബി ടൂറിസം ആയിരിക്കാം, മേ ബി ഈ പറഞ്ഞ പോലെ തീർത്ഥാടനമായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു കാരണത്തിന്റെ പുറത്ത് ഒരു പർട്ടിക്കുലർ ഏരിയ പെട്ടെന്ന് വളരുകയാണെന്നുണ്ടെങ്കിൽ സംസ്ഥാനം എന്ത് ചെയ്യുന്നു? ഒരു ഗസറ്റ് മുഖാന്തരം ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കിക്കൊണ്ട് ഇതിനെ നോട്ടിഫൈഡ് ഏരിയ കമ്മിറ്റി ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നു. അതിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ് കർണാടകയിലെ കുതിരമുഖ് എന്ന് പറയുന്ന സ്ഥലം. ഓക്കെ, അതൊരു നോട്ടിഫൈഡ് ഏരിയ കമ്മിറ്റിക്ക് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അത് പെട്ടെന്നുള്ള ഫാസ്റ്റ് ഗ്രോയിങ് ടൗൺസിനെ റെക്കഗ്നൈസ് ചെയ്തുകൊണ്ട് സംസ്ഥാന സർക്കാരുകൾ ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കുകയും അതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള സംഭവമാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇതാണ് ആദ്യത്തെ 3 പ്രധാനപ്പെട്ട ബോഡീസ്. നമുക്ക് ഇനി കുറച്ചെണ്ണം കൂടെ നോക്കാനുണ്ട്. ടൗൺ ഏരിയ കമ്മിറ്റി, നേരത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടതാണ്. ടൗൺ ഏരിയ കമ്മിറ്റി എന്താണ്? ചെറിയ നഗരങ്ങൾ ഐസൊലേറ്റ് ചെയ്തിട്ടുള്ള നഗരങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ കിടക്കുന്ന നഗരങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? അതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇൻട്രസ്റ്റഡ് വിത്ത് ലിമിറ്റഡ് നമ്പർ ഓഫ് സിവിക് ഫംഗ്ഷൻസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രീറ്റ് ലൈറ്റ്സ് ലൈറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഡ്രെയിനേജ് തുടങ്ങിയ വളരെ മിനിമൽ ആയിട്ടുള്ള അധികാരങ്ങൾ മാത്രം കൊടുത്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു ചെറിയ നഗരത്തെ കൈകാര്യം ചെയ്യുന്ന സംഭവമാണ് ടൗൺ ഏരിയ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ. കന്റോൺമെന്റ് ബോർഡ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഫോർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് സിവിലിയൻ പോപ്പുലേഷൻ ഇൻ കന്റോൺമെന്റ് ഏരിയ. നേരിട്ട് മിനിസ്റ്റർ ഓഫ് ഡിഫൻസിന്റെ കീഴിൽ വരുന്നതാണ് ഈ കന്റോൺമെന്റ് ഏരിയ എന്ന് പറയുന്നത്. കന്റോൺമെന്റ് ഏരിയയിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മളൊരു ജില്ലയിൽ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിനകത്ത് ഒരു കന്റോൺമെന്റ് ഏരിയയിലേക്ക് കടക്കുമ്പോൾ ആ മാറ്റം ട്രാൻസിഷൻ ഭയങ്കരമാണ്. കാരണം അവരുടെ റോഡ് നല്ല മികച്ച റോഡുകളായിരിക്കും, ഹോസ്പിറ്റൽ സർവീസ് മികച്ചതായിരിക്കും, അവിടുത്തെ ക്ലീൻ ആയിരിക്കും അല്ലേ. അതോ മിനിസ്റ്റർ ഓഫ് ഡിഫൻസിന്റെ കീഴിൽ നേരിട്ടിരിക്കുന്ന ഒരു ഏരിയയാണ്. അവിടുത്തെ സിവിലിയൻ അഡ്മിനിസ്ട്രേഷൻ, അവിടെ താമസിക്കുന്ന സാധാരണ ആൾക്കാരുടെ ഈ പറഞ്ഞ പോലെ കടകൾ, വീടുകൾ, സ്കൂളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടുത്തെ സ്റ്റാഫുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, ക്രിയേറ്റഡ് ത്രൂ കന്റോൺമെന്റ് ആക്ട് 2006. ടൗൺഷിപ്പ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലാർജ് പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് ടു പ്രൊവൈഡ് സിവിക് അമ്യൂണിറ്റീസ് ടു ഇറ്റ്സ് സ്റ്റാഫ്. അതൊരു ടൗൺഷിപ്പ്, റെയിൽവേക്കൊക്കെ ഉള്ള ടൗൺഷിപ്പ് പോലെ. ഇപ്പോൾ ഒരു റെയിൽവേയുടെ പ്രധാനപ്പെട്ട ഒരു സെന്റർ, ഇപ്പം ചെന്നൈ അല്ലെങ്കിൽ ബോംബെ അല്ലെങ്കിൽ കൽക്കട്ട അല്ലെങ്കിൽ ഡൽഹി, ഇതുപോലെ പ്രധാനപ്പെട്ട സെന്റേഴ്സ് വരുന്ന സമയത്ത് അപ്പോൾ അവിടെ അതുമായിട്ട് അവരുടെ റെയിൽവേയിൽ വർക്ക് ചെയ്യുന്ന അത്രയും ലക്ഷോപലക്ഷം ആളുകളുടെ, തൊഴിലാളികളുടെ അവരുടെ ഫാമിലീസ്, അവരുടെ ഹോസ്പിറ്റൽസ്, അവരുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്കൂൾസ് അല്ലെങ്കിൽ അവരുടെ അക്കോമഡേഷന് വേണ്ടിയുള്ള സംഭവങ്ങൾ അങ്ങനെ ഫോം ചെയ്യപ്പെട്ടതാണ് ടൗൺഷിപ്പ് എന്ന് പറയുന്നത്. ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് റെയിൽവേ പറഞ്ഞു എന്ന് മാത്രം. ഹെഡഡ് ബൈ ടൗൺ അഡ്മിനിസ്ട്രേറ്റർ അപ്പോയിന്റഡ് ബൈ ദ പബ്ലിക് എന്റർപ്രൈസ്. ഓക്കെ, ഇനി പോർട്ട് ട്രസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പോർട്ട് ഏരിയാസിലാണ് ഇത് വരുന്നത്. ക്രിയേറ്റഡ് ബൈ an act of പാർലമെന്റ് ഒരു ആക്ട് പാസ്സാക്കി ചെയ്യുന്നു. ഇതിനകത്ത് ഇലക്ടഡ് മെമ്പേഴ്സും നോമിനേറ്റഡ് മെമ്പേഴ്സും ഉണ്ടായിരിക്കും. മുംബൈ, ചെന്നൈ, കൽക്കട്ടയൊക്കെ പോർട്ട് ട്രസ്റ്റിന് വളരെ നല്ല എക്സാമ്പിൾസ് ആണ്. സ്പെഷ്യൽ പർപ്പസ് ഏജൻസി, പേര് സൂചിപ്പിക്കുന്ന പോലെ എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഏജൻസീസ് ആണത്. ഫോർ എക്സാമ്പിൾ ഹൗസിംഗ് ബോർഡ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഹൗസിംഗ് ബോർഡ് അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു സ്പെഷ്യൽ പർപ്പസ്, പേരിൽ നിന്ന് തന്നെ കിട്ടും, ഹൗസിംഗ് ബോർഡാണ്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സ്പെഷ്യൽ പർപ്പസ് ഏജൻസികളാണ്. ഇതെല്ലാം അർബൻ ലോക്കൽ ബോഡീസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡൊക്കെ നമ്മൾ എവിടെയാണ് മെയിനായിട്ടും യൂസ് ചെയ്യുന്നത്? അർബൻ ലോക്കൽ ബോഡീസിന്റെ ഭാഗമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അവിടെയാണ് നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത്. അപ്പോൾ ഈ രീതിയിൽ 8 പരം ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. പ്രധാനമായിട്ടും ചോദ്യം വരാൻ സാധ്യതയുള്ള 8 ചോദ്യങ്ങൾ വന്നു തുടങ്ങിയത് കൊണ്ടാണ് ഞാൻ ഈ ഏരിയ കൂടെ ഇത്തവണ ഒന്ന് റിവിഷനേക്കാൾ ഉപരി ഒരു എക്സ്ട്രാ പോയിന്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ പറഞ്ഞ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് പ്രധാനമായിട്ടും പഠിക്കണം. ഇതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. പക്ഷേ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കേണ്ട പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ ക്ലാസ്സിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതൊരു ക്ലാസ് ആയിട്ടാണ് നമ്മൾ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ എടുത്തിരിക്കുന്നത്. റിവിഷനേക്കാൾ ഉപരി അതിനകത്ത് കുറേ കാര്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഈ പറഞ്ഞ തന്നെ ചോദ്യങ്ങളുടെ പാറ്റേൺ മാറുന്നത് കൊണ്ട് കൂടുതൽ ഇൻഫർമേഷൻ ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങളെ കുറച്ചുകൂടെ ഈ പറഞ്ഞ പോലെ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ സജ്ജരാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അതേ രീതിയിൽ ഈ ക്ലാസ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ സെഷനകത്ത് പ്രധാനമായിട്ടും ഉള്ളത്. നമ്മുടെ പൊളിറ്റിയുടെ 5ാമത്തെ റിവിഷൻ സീരീസ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഈ 5ാമത്തെ റിവിഷൻ സീരീസ് കഴിയുന്നതോടുകൂടി പൊളിറ്റി എന്ന് പറയുന്ന ഭാഗത്തിന്റെ ഓൾമോസ്റ്റ് പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു അല്ലെ. പഞ്ചായത്ത് രാജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 395 ആർട്ടിക്കിൾസ് ആണ് കോൺസ്റ്റിറ്റ്യൂഷനകത്തുള്ളത്. അതിൽ 243 വരെ നമ്മൾ എത്തി.
ഇനി ഇവിടെ നിന്നിട്ട് നമുക്ക് കുറച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളെ നമുക്ക് ഇനി കവർ ചെയ്യാനുള്ളൂ. കുറച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്, സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്, അതുപോലെ തന്നെ നമ്മുടെ ഇലക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ വളരെ 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 ചുരുക്കം ചില കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഇനി കവർ ചെയ്യാനായിട്ടുള്ളൂ. അപ്പോൾ 5 ക്ലാസ്സുകൾ, 5 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്, അഞ്ചല്ല 5-ൽ കൂടുതൽ ടോപ്പിക്സ്, 5 പ്രധാനപ്പെട്ട ക്ലാസ്സുകളിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകൾ, ഇതുവരെയുള്ള ക്ലാസ്സുകൾ ഇനിയും കാണാത്തവർ എത്രയും പെട്ടെന്ന് കണ്ട് കൃത്യമായിട്ട് അത് പഠിച്ചു വരിക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.